ഈസ്റ്റ് കോസ്റ്റ് അവതരിപ്പിക്കുന്നു വാസന്ത സന്ധ്യ. ഇവിടെ ധാരാളം നല്ല കലാപരിപാടികൾ നടക്കുന്നുണ്ടെന്നാണ് കേട്ടത്. സൗമ്യ, ഒരു ചെരവ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന ഒരു പരിപാടിയില്ലേ, കുട്ടിക്ക് ഇഷ്ടമായോ? ഇഷ്ടമാണ്. പറച്ചോണി എന്ത് ഭാഷ? കൂടെ പോരൂ കൊരങ്ങായിരുന്നു ചിങ്കു. തന്തയ്ക്ക് വിളിച്ചു. നീ പോടാ, നീ ധൈര്യോടെ താഴെ ഇറങ്ങടാ. അയ്യാറ് വീട്ട് അഴകേ ഞാൻ പെട്ടെന്ന് ഓരോ സമയം പല പല ആൾക്കാരായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉൽപ്പലാക്ഷൻ, സൗദാമിനി, ഹലോ മിസ്റ്റർ ബാബു, അമ്മാവ, വിലാസിനിയു, ഒളപ്പള്ളി അപ്പൻ, അമ്പലക്കര തെച്ചിക്കാവിലെ പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. തമ്മിൽ തല്ലി പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അരമണിക്കൂർ തീർക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയൂ. ശ്രീമണ്ട വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ മലയാളം എന്തെന്നറിയണം, മലയാളി എന്തെന്നറിയണം. അതിമോഹമാണ് മോനെ, അതിമോഹം. വാസന്ത സന്ധ്യ. സുപ്രസിദ്ധ കാതികൻ പരമം പത്തനാപുരം ബുക്കിംഗ് ഓഫീസ്. ഇതാ ഇപ്പൊ വരാം. നിക്കടെ കുടുംബത്തിന്റെ മാനം കളഞ്ഞ തെണ്ടി, നിനക്ക് ലജ്ജയില്ലേ? അടിച്ചടിക്കട അവന്റെ മുട്ടുകാല്. കൊല്ലുന്നേ ഞാനൊരു പാവമാണ്. എല്ലാ ഉഴപ്പും തീർത്ത് ഞാനെന്റെ കൂട്ടുകാരുടെ ഭാര്യ കെട്ടി സുഖമായിട്ട് ജീവിക്കുകയാണ്. എടോ താൻ ആരാ? എന്നാ ഇവിടെ കാര്യം? ഞാൻ പരിപാടി ബുക്ക് ചെയ്യാൻ വന്നതാ. പരിപാടി ബുക്ക് ചെയ്യാൻ വന്നതാണോ? എടോ ഇത് എന്നെ അടിക്കാൻ കൊണ്ടുവന്നില്ല, ബാറ്ററി കെട്ടായിരുന്നു കമ്പാ. പോട്ടെ, പരിപാടി ബുക്ക് ചെയ്യാൻ വന്നതാണല്ലേ. എവിടുത്താ? ഞാൻ പഞ്ചാരക്കുന്നിന്ന്. ആര് പറഞ്ഞിട്ട് വന്നേ? മാഷ് പറഞ്ഞിട്ട് വന്നേ. മാഷ് വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു. ഓ, ഹെഡ് മാഷ്, പഞ്ചാരക്കുന്ന് പഞ്ചായത്തിലെ ഹെഡ് മാഷ്. വാ, മാഷകത്തിരിപ്പുണ്ട്, വാ. അവിടെ ഞാനില്ല. എന്താ അവിടെ കാല് തല്ലി ഓടിക്കാൻ പറഞ്ഞിരിക്കുവോ? കാല് തല്ലി ഓടിക്കാൻ ആര്? അവിടുന്ന്. എടോ നമ്മുടെ കാതികൻ പരമൻ പത്തനാപുരം അവിടെ കഥാപ്രസംഗം പ്രാക്ടീസ് ചെയ്യാണ്. കാതികനല്ല, കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരുത്തൻ. കാതികനല്ല, കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരുത്തൻ. കാതികനല്ല, കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരുത്തൻ. പിയൂണാണോ താനാരാ? ഞാൻ പിയൂണാ. ഏത് വീട്ടിലെ സ്പൂൺ? വീട്ടിലെ സ്പൂണല്ല, സ്കൂളിലെ പിയൂണാണെന്ന് ഞാൻ. ഇതാണോ ആശാൻ? ഈ പുള്ളിയാണ് ആശാൻ. എന്നിട്ട് പുള്ളി പാടിയെ കേട്ടില്ലേ? ഞാൻ കാതികനല്ല കലാകാരനല്ല എന്ന് പറയുന്നു.
അത് ഞാൻ വെറുതെ പറഞ്ഞ കഥികനാണു കലാകാരനാണു ഞാൻ കേവലം നിന്നെ പോലൊരു തെണ്ടിയല്ലട തെണ്ടി. ഇപ്പൊ നിനക്ക് സമാധാനായ? എന്റെ പൊന്നു ചേട്ടാ, ഞാനൊരു പരിപാടി ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നാ കേട്ടോ. ഒരു പരിപാടി ബുക്ക് ചെയ്യാൻ വന്നാണ്. ആ പരിപാടി ബുക്ക് ചെയ്യാൻ വരുന്ന ഒരുപാട്. പഞ്ചാരക്കുന്ന് പഞ്ചായത്തിൽ നിന്ന് വന്നിരിക്കുവാ. പഞ്ചാരക്കുന്ന് പഞ്ചായത്ത്. ഈ പഞ്ചാരക്കുന്ന് പഞ്ചായത്തിൽ ആര് പറഞ്ഞിട്ടാണ് താൻ വരുന്നത്? മാഷ് പറഞ്ഞിട്ട്. മാഷ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മാഷന്മാരുണ്ട്. അതിലേത് മാഷാണ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? മാഷേ മാഷ് ആശാന സ്കൂളിൽ പഠിപ്പിച്ച ഹെഡ് മാസ്റ്റർ ഇല്ലേ, സദാനന്ദൻ മാഷ്. ഓ സദാനന്ദൻ മാഷ്, പഞ്ചാരക്കുന്നിലെ പഞ്ചസാര സദാനന്ദൻ മാഷ്. ആട്ടെ, സദാനന്ദന്റെ സമയം എന്തായി? ഞാൻ ആ സിനിമ കണ്ടില്ല, ഉള്ളതില്ല. സിനിമയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, സദാനന്ദൻ മാഷിന്റെ സമയം എങ്ങനെയുണ്ടെന്നാ ഞാൻ ചോദിച്ചത്. മാഷിന്റെ സമയം അടിപൊളി സമയമല്ലേ? ശനിദശ കഴിഞ്ഞു, ശുക്രദശ കഴിഞ്ഞു, ഒരു വല്ലാത്ത ദശകളൊന്ന് കളിക്കുക. അത് ദശമൂലാഷ്ടം കറക്റ്റാ മതി, അത് മാറിക്കോളൂ അല്ലേ? മാഷ് പരിപാടി ബുക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ പറഞ്ഞു വരാൻ പറഞ്ഞു. അത് ശരി. മാഷ് കത്ത് മാഷ് ചത്ത കത്തൂടാ. എനിക്ക് കത്തും കാര്യം, എനിക്ക് അത്രയ്ക്ക് വിഷം വേണ്ട. ആ മാഷ് എന്നെ എത്രത്തോളം കുത്തിയിട്ടുണ്ടെന്നാണ് എനിക്കറിയാം. കത്തും ചത്തു കഴിഞ്ഞാ പിന്നെ കത്തിക്കാണ്ട് പിന്നെ എന്താ ചെയ്യാ? ലെറ്ററാ? ലെറ്റർ എന്ന് പറഞ്ഞ ലവ് ലെറ്ററാ? നോക്ക, എനിക്കറിയാൻ പറ്റില്ല ഏത് ലെറ്റർ ആയിരിക്കും. ആഹാ. പണ്ട് ഈ മാഷിന്റെ മോളെ എനിക്ക് സ്ഥിരമായിട്ട് ലവ് ലെറ്റർ തരുമായിരുന്നു. ആ കുട്ടി തന്ന ലവ് ലെറ്റർ. അതിന് സമയം അർദ്ധരാത്രി 12 മണി. 8 മണി ആയല്ലോ ഇപ്പൊ. സർവചരാചരങ്ങളും ഉറങ്ങി. പട്ടികൾ കൂവുന്നു, ചീവീടുകൾ അലറിക്കരയുന്നു. എങ്ങും നിശബ്ദം. വീടിന്റെ 2ാം നിലയിൽ ഒരനക്കം ഞെരുങ്ങലും മൂളലും കേൾക്കുന്നു. ഭയാനകമായ ഈ നിമിഷത്തിൽ മെല്ലെ കതക് തുറക്കുന്നു. ആരാന്ന് പറഞ്ഞിട്ട് വന്നാ മതിട്ടോ. അനങ്ങാൻ പോലും വയ്യാതെ കിടക്കുന്ന എന്റെ മകന് വയറ്റിളക്കവും ഛർദിയുമായിരുന്നു. അതിനാൽ 2 ദിവസത്തേക്ക് സ്കൂളിൽ വരാൻ കഴിയില്ല എന്ന് സ്വന്തം അച്ഛൻ ബാറ്റൺ ബോസ്. പിടിച്ചു പിടിച്ച് കരടാ. സോറി, എനിക്ക് കത്ത് മാറിപ്പോയി. ഒറിജിനൽ കത്തിയതല്ല, വേറെയാ. ഇതൊരു കുട്ടിയുടെ അവധിക്കുള്ള ലെറ്റർ ആയിരുന്നു. ഇത് നിനക്ക് നേരത്തെ പറയാൻ പാടുന്നതിനോട് കഴുതേ. എടാ പരമതണ്ടി പരമൻ പത്തനാപുരം കിട്ടി. എന്ത് കിട്ടി? യഥാർത്ഥ കത്ത് കിട്ടിയെന്ന്. ആളിനെ മനസ്സിലായി. ഈ മാഷ് പണ്ട് എനിക്കൊരു പണി തന്നാ. എന്താ കൂലിപ്പണിയാ? കൂലിപ്പണിയല്ല, തോട്ടിപ്പണി. പണ്ട് ഞാൻ ബാലയിലായിരുന്നപ്പോൾ. ബാലയിലല്ലടാ, ബാലയിൽ. ബാലയിലായിരുന്നപ്പോൾ അതിൽ ഞാൻ രാജാവിന്റെ വേഷം കെട്ടി. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇന്റർവ്യൂ സമയത്ത് വെളിക്കിറങ്ങിയപ്പോ, അല്ലടാ ഇന്റർവ്യൂ സമയത്ത് ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയപ്പോ ഈ മാഷ് അതിലെങ്ങനെ നടന്നു പോയി. അപ്പൊ ഈ മാഷ് എന്നെ കണ്ടപ്പോ എന്നോട് ചോദിച്ചു. എന്ത് ചോദിച്ചു? എടാ പരമ, നീ ഇതിനകത്ത് എന്ത് വേഷ കെട്ടണെന്ന്. ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഞാൻ രാജാവിന്റെ വേഷ കെട്ടണേന്ന്. അപ്പം മാഷ് പറയാണ്, രാജാവായാലും കൊള്ളാം, മന്ത്രിയായാലും കൊള്ളാം, രാവിലെ തേങ്ങ അടുത്തന്നെ ഇവിടെ വന്നേക്കണം. പിന്നൊരു കാര്യം, മാഷും പറഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, കയ്യോടെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. പിന്നൊരു കാര്യം, പഞ്ചാരക്കുന്ന് പഞ്ചായത്തിൽ പരിപാടി നടത്താൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പറയുന്നു. എനിക്ക് പഞ്ചസാരയുടെ സുഖം. ഓപ്പി ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുവാ. അപ്പുറത്തെ ആന്റിയുടെ ഓപ്പറേഷൻ എന്നല്ല അവൻ പറഞ്ഞത്, അപ്രന്റീസിന്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്യുന്ന പറഞ്ഞത്. നീ ഇനി ഇംഗ്ലീഷ് പറയരുത്. നീ പറ. ഇംഗ്ലീഷ് അല്ല, നീ കാര്യം പറടാ കഴുതേ. ഞാൻ കാര്യം പറയാൻ പോവാ. നമ്മുടെ മാഷില്ലേ, ഈ മാഷും പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞു ചേട്ടനെ കൂട്ടിക്കൊണ്ട് എല്ലാം പറഞ്ഞു. അതനുസരിച്ച് വന്നതാണ്. അപ്പൊ നമ്മളെ എഗ്രിമെന്റ് വെക്കണോ, എങ്ങനെ കാര്യം പറഞ്ഞാൽ മതി. രണ്ടെണ്ണമാണ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ 2 എണ്ണമാണ്. ഒന്ന്,
ഞാൻ പരിപാടി നടത്തിക്കൊള്ളാമെന്നുള്ള അഗ്രിമെന്റ്. പിന്നെ മറ്റൊന്ന്, ആശാന്റെ ശരീരത്തിന് ഒരു കേടുപാടും ഇല്ലാണ്ട് ഇവിടെ കൊണ്ടുതരാമെന്നുള്ള നിങ്ങൾ അഗ്രിമെന്റ്. അങ്ങനെ രണ്ടെണ്ണം. എല്ലായിടത്തും ഒന്നേ ഉള്ളു കേട്ടോ, ഇത് രണ്ടാക്കി. പക്ഷെ ഇവിടെ തിരക്ക് കാരണം എങ്ങനെ അഗ്രിമെന്റിന്റെ സൈൻ കൂട്ടിയതേ? പരിപാടിയൊക്കെ കൊണ്ടോ? ഡബിൾ അല്ലേ? ഡബിളാ പരിപാടി? പരിപാടിയല്ലേ, മുണ്ട് ഡബിൾ ആന്നാ പറഞ്ഞേ. ഉണ്ടോ? ഇന്നലെ സിംഗിൾ ആയിരുന്നു. ഓ, പരിപാടി സിംഗിൾ ആയിരുന്നു. പരിപാടിയല്ല, അവൻ കഴിച്ച ഓംലെറ്റ് സിംഗിൾ ആന്നാ പറഞ്ഞേ. കപ്പയും പൊട്ടിയായിരുന്നു പരിപാടി എമൗണ്ടിന്റെ കാര്യത്തിൽ പത്തനാപുരം പരമം പത്തനാപുരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരടി പോലും മാറില്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയാണ്, ഫിക്സഡ് എമൗണ്ട് ആണ്. ഒരു ഒറ്റ അടി അങ്ങോട്ടും മാറണ്ട ഇങ്ങോട്ടും മാറണ്ട, അല്ലാതെ തന്നെ മാറ്റും. അതല്ല, ഞങ്ങളെങ്ങനെ ഞങ്ങളെങ്ങനെ കൊച്ചാക്കരുത്. ഞങ്ങൾ കറക്റ്റ് പറഞ്ഞാൽ കറക്റ്റ് തന്നെ പൈസ തന്നിരിക്കണം. മാഷ് പറഞ്ഞോട്ട് തന്നെ അറിയോ? മാഷ് പറഞ്ഞത് നമ്മുടെ പരമന് കൊണ്ടുപോയി 5001 രൂപ വേണം കൊടുക്കാൻ എന്ന് പറഞ്ഞു മാഷ്. 5001 രൂപ. നീ ഞങ്ങളെ കുറിച്ച് എന്താടാ കരുതിയത്? 1 രൂപ അഡ്വാൻസ്. ഈ കലാകാരന്മാര് കാതികന്മാരെല്ലാം അതപ്പതിച്ചു പോകുന്ന ചില തിണ്ടികൾക്ക് ചില വിചാരമുണ്ട്. അത് ഞാൻ നിനക്കൊന്ന് മാറ്റിത്തരാം. നീ സ്ഥലം കാലിയാക്ക്, നീ സ്ഥലം കാലിയാക്ക്. എന്താ ഇതിനകത്തൊരു ഫാമിലി ഉണ്ട്, അതിനെ പറഞ്ഞു കൊടുക്കും. ഏത് ഫാമിലി? എലി ഫാമിലി. ഇത് പരിപാടി ഇല്ലാത്തപ്പോ എലികൾ പെറ്റി കിടക്കുക, അതിനകത്ത് ഇതിനെ പറഞ്ഞു വിടണ്ടേ? 5000 രൂപയ്ക്ക് എന്റെ പട്ടി വരും. എന്റെ പൊന്നു ചേട്ടാ, എന്നെ വേണമെങ്കിലും തരാം. വന്ന് പ്ലീസ് ഒന്ന് വന്ന് കളിച്ചതാ. ചേട്ടനെ കാണാൻ വേണ്ടി നാട്ടുകാർ ഇങ്ങനെ കോരി തരിച്ചിരിക്കുക. 250 കഞ്ഞിയും പയറും കിട്ടുകയാണെങ്കിൽ ഈ പരമൻ പത്തനാപുരം ഇവിടെ ഇറങ്ങിയിരിക്കും. അല്ലെങ്കിൽ 10 അടി പോലും ഇവിടെ ഇറങ്ങില്ല. ഒരു സത്യം ഞാൻ പറയാം, അങ്ങോട്ട് കിട്ടിയാ മതി നാട്ടുകാർക്ക്. സംഭവം കഥ ഏതാണ് പറയുമ്പോ ഇന്ന് പറയാൻ പോകുന്ന കഥ? അങ്ങനെയും ഒരോലപ്പുര. പ്രിയപ്പെട്ടവരെ, ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നമ്മുടെ ചിരകാല അഭിലാഷമായിരുന്ന പഞ്ചായത്ത് കിണറിൻ്റെ ഉദ്ഘാടനം, പഞ്ചായത്ത് കിണറല്ല, അതിൻ്റെ സമീപത്തുള്ള ഹാളിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ഹെഡ് മാസ്റ്റർ സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് 8 ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 10 ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ വളരെയധികം നിർബന്ധിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ പഞ്ചായത്ത് ഹാള് ഉണ്ടാക്കിയെന്നറിയാം. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഞാൻ തന്നെയാണെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു ലജ്ജയുമില്ല. എന്നിരുന്നാൽ തന്നെയും ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ബഹുമാനപ്പെട്ട അധ്യാപകനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സാർ, സ്നേഹമുള്ള എൻ്റെ നാട്ടുകാരെ, ശിഷ്യഗണങ്ങളെ, ഇന്ന് ഞാൻ പങ്കെടുക്കുന്ന 10ാമത്തെ മീറ്റിംഗ് ആണ് ഇത്. വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നെത്തിയത്. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ നാടിൻ്റെ ചിരകാല അഭിലാഷമായിരുന്ന, ഈ നാടിൻ്റെ സ്വപ്നമായിരുന്ന പഞ്ചായത്ത് കിണറിൻ്റെ ഉദ്ഘാടനം, കിണറിന് സമീപമുള്ള പഞ്ചായത്ത് ഹാളിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഇവിടെയുള്ള ഒരുപാട് ഹാളുകൾ, ഒരുപാട് കിണറുകൾ ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം ഈ രാജ്യത്തെ ഒരുപാട് വിദ്യാർത്ഥികളുടെ അധ്യാപകൻ, ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ എനിക്കാണ് കൈവന്നിട്ടുള്ളത്. ഞാൻ കൂടുതലായി ഒന്നും പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഈ കിണറിവിടെ കുഴിച്ചതിൻ്റെ പരിപൂർണമായ ഈ കിണർ കുഴിച്ചതിൻ്റെയും ഈ പഞ്ചായത്ത് ഹാൾ ഉണ്ടായതിൻ്റെ ഈ പരിപൂർണ ഉത്തരവാദിത്വം നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ്. അദ്ദേഹം അടുത്ത ഇലക്ഷന് ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ വോട്ടും അദ്ദേഹത്തിന് തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഒക്കെ അനുവാദത്തോടെ നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഈ പഞ്ചായത്ത് കിണർ ഞാൻ കിണറിന് സമീപമുള്ള പഞ്ചായത്ത് ഹാൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഭംഗിയായിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി ഇവിടെ നടക്കാൻ പോകുന്ന ചില കലാപരിപാടികളെക്കുറിച്ച് ഞാൻ പറയാം.
ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അത് ഈ കലാപരിപാടികൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നതായിരിക്കും. നമ്മളിവിടെ അവതരിപ്പിക്കുന്ന പ്രധാന പരിപാടി എന്ന് പറയുന്നത് സുപ്രസിദ്ധ കാതികനായ പരമൻ പത്തനാപുരം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം കഥാപ്രസംഗ ലോകത്തൊരു ചക്രവർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ എത്രാമത്തെയാണ് സാർ? 1000. സാറിൻ്റെ ശിഷ്യനാണ്. എത്ര 1000 സ്റ്റേജ് ആയിക്കാണോ? 1000 ചോദിക്കാം. എത്രയോ സ്റ്റേജുകളായിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ മനോഹരമായി കഥാപ്രസംഗം നടത്തുന്ന ആളാണ് അദ്ദേഹം. ഞങ്ങളുടെ ക്ഷണമനുസരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗമാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത്. ഞാൻ അദ്ദേഹത്തെ സദയം സാദരം ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പരമൻ പത്തനാപുരം എത്തിക്കഴിഞ്ഞു. പറയണം. ഇനി ആരെങ്കിലും കാല് പിടിക്കാനുണ്ടോ? ഇത് കാണാനിരിക്കുന്ന എല്ലാവരുടെയും കാല് നീ പിടിക്കേണ്ടി വരും. അത് കഥാപ്രസംഗം മോശമായാലല്ലേ ഉള്ളൂ. നന്നായി അവരൊക്കെ എന്റെ കാല് പിടിക്കുമോ? അത് നിന്റെ മിടുക്ക്. സാറ് 2 വാക്ക് പരമനെ കുറിച്ച് ആൾക്കാർക്കൊന്ന് പറയണം. പരമനെ കുറിച്ച് 2 വാക്ക് പറയാതിരിക്കുന്നത് കൃത്യവിലോപമാകും എന്നുള്ളത് കൊണ്ട്, പരമൻ എൻ്റെ വിദ്യാർത്ഥിയാണ്, എൻ്റെ വത്സല ശിഷ്യനാണ്. സന്തോഷം വന്നാൽ പണ്ടും അവൻ കരയും. അവൻ പഠിത്തത്തിൽ എന്നും പിൻപന്തിയിലായിരുന്നുവെങ്കിലും കലാപ്രവർത്തനത്തിൽ എന്നും മുൻപന്തിയിൽ തന്നെയായിരുന്നു. എൻ്റെ അനുഗ്രഹാശിസ്സുകളോടെയാണ് പരമൻ പത്തനാപുരം ആദ്യമായി കഥാപ്രസംഗം അരങ്ങേറിയത്. എത്രാമത്തെ സ്റ്റേജാണ് ഇത്? 300ാമത്തെ സ്റ്റേജാണ് പരമൻ പത്തനാപുരം ഇവിടെ അരങ്ങേറുന്നത്. പരമൻ പത്തനാപുരത്തിൻ്റെ 300ാമത് സ്റ്റേജ് പ്രമാണിച്ച് ഈ നാടിൻ്റെ ഉപഹാരമായി, വ്യക്തിപരമായി എൻ്റെ ഉപഹാരമായി ശ്രീ പരമൻ പത്തനാപുരത്തിന് ഒരു പൊന്നാട അണിയിക്കുവാൻ ഞാൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്. പൊന്നാട കലക്കണം കേട്ടോ. ഇത് ഞാൻ കലക്കി തന്നില്ലെങ്കിൽ എന്നെ മാഷെന്ന് വിളിച്ചോ. സുഹൃത്തുക്കളെ, കഥാപ്രസംഗ ലോകത്ത് ഒരുപാട് വലിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും എന്തുകൊണ്ടോ ഇന്ന് കഥാപ്രസംഗ ലോകത്ത് ഞാൻ മുൻപന്തിയിലെത്തി. എൻ്റെ ഗുരുവിൻ്റെ ആശീർവാദം കൊണ്ടാണ് എന്നെനിക്ക് തുറന്നു പറയാൻ മടിയില്ലാത്തത് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊരു അഹങ്കാരമായി നിങ്ങൾ കണക്കാക്കരുത്. എൻ്റെ കഥ ആരംഭിക്കുകയായി. ഈ കഥയുടെ പേര് അങ്ങനെയും ഒരോലപ്പുര. രചന പരമൻ പത്തനാപുരം. അത് ഞാൻ തന്നെയാണ്. ഈ കഥ നടക്കുന്നത് കേരളത്തിൽ ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. തിരുവനന്തപുരത്താണോ? അല്ല. കൊല്ലത്താണോ? അല്ല. ചങ്ങനാശ്ശേരിയിലാണോ? അല്ല. തൃശ്ശൂരാണോ? അല്ല. പാലക്കാട്ടാണോ? അല്ല. കാസർഗോഡാണോ? അല്ല. കേരളത്തിൽ തന്നെയാണ്. അത് ഞാൻ പറയാം എവിടെയാന്നുള്ളത്. പക്ഷേ സ്വല്പം വിദ്യാഭ്യാസം കുറവ് ആൾക്കല്ലേ. കേരളത്തിൽ തന്നെയാണ്. കേരളത്തിൽ കായംകുളം എന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത്. ആ ഗ്രാമത്തിലേക്ക് നിങ്ങളെ ഞാൻ ഒരു വള്ളത്തിൽ കയറ്റി, അല്ലെങ്കിൽ ഒരു വഞ്ചിയിൽ കയറ്റി ഞാൻ കൊണ്ടുപോകും. വരൂ. അതെ, വള്ളം അങ്ങനെ തുഴഞ്ഞു പോയി. ഇതാ കായംകുളത്ത് പരിശുദ്ധമായുള്ള ഗ്രാമത്തിലെത്തി. വഞ്ചിയിൽ നിന്നും ഓരോരുത്തരായിട്ട് ഇറങ്ങി. അങ്ങനെ ദൂരേക്ക് നോക്കിയപ്പോൾ അതാ കാണുന്നു ഒരു ഓലപ്പുര. ഓലയാൽ മേഞ്ഞൊരു കൊമ്പു ഗൃഹത്തിന്റെ കോലയിൽ നിന്നൊരു കോമളാങ്കി. അവരൊക്കെ വഞ്ചിയിൽ നിന്നും ഇറങ്ങി അങ്ങ് ദൂരേക്ക് നോക്കിയപ്പോൾ അവിടെ ഒലയാൽ മേഞ്ഞൊരു കൊമ്പു ഗൃഹത്തിന്റെ കോലയിൽ നിന്നൊരു കോമളാങ്കി.
ഓല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പക്ഷെ വിചാരിച്ചു കാണും അത് കൈതോലയാണെന്ന്. സത്യത്തിൽ കൈതോലയല്ല. പിന്നെയോ തെങ്ങിന്റെ ഓലയാൽ മേഞ്ഞോരു കൊമ്പു ഗൃഹത്തിന്റെ കൊലയിൽ വന്നൊരു കോമളാങ്ങി. നിങ്ങൾ പക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും നാടൻ തെങ്ങിന്റെ, അതെ, സാക്ഷാൽ മൂത്തുളഞ്ഞ നാളികേരമെടുത്ത് പാകി മുളപ്പിച്ച് വെണ്ണീറും ചാണകവും ഇട്ട് വളർന്നു വന്ന പുഷ്ടിമുള്ള തെങ്ങിന്റെ ഓലയാൽ മേഞ്ഞോരു കൊമ്പു ഗൃഹത്തിന്റെ കോലായിൽ നിന്നോരു കോമളാങ്ങി. ആ പെണ്ണ് അല്ലെങ്കിൽ ആ സുന്ദരി നിൽക്കുന്നത് ആസ്പെക്ടോസ് ഉള്ള കെട്ടിടത്തിന്റെ കീഴെയല്ല, 5 സ്റ്റാർ ഹോട്ടലിന്റെ കീഴെയല്ല, ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കീഴെയല്ല, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലല്ല. പിന്നെ എവിടെയാണ് നിൽക്കുന്നത്? ഓലയാൽ മേഞ്ഞോരു കൊമ്പു ഗൃഹത്തിന്റെ കോലായിൽ നിന്നോരു കോമളാങ്ങി. അതെ, വെറും ഓല. നമ്മുടെ നാടൻ കുട്ടികൾ, പട്ടണത്തിലുള്ള കുട്ടികളല്ല, നാടൻ കുട്ടികൾ നാടൻ ഓലപ്പന്തുണ്ടാക്കുന്ന ഓലയാൽ മേഞ്ഞോരു കൊമ്പു ഗൃഹത്തിന്റെ കോലായിൽ നിന്നോരു കോമളാങ്ങി. ഇത് ടീൻറ്റുടിയല്ല, സങ്കരവർഗമല്ല, പിന്നെയോ നാടൻ തെങ്ങിന്റെ ഓലയാൽ മേഞ്ഞോരു കൊമ്പു ഗൃഹത്തിന്റെ കോലായിൽ. നീ കുറച്ചു നേരമായി നീ ഓല മെടയാൻ തുടങ്ങിയിട്ട്. അതെ, ഓലയാൽ മേഞ്ഞ ഗ്രഹത്തിന്റെ താഴൻ സുന്ദരാങ്ങി നിൽക്കുന്നു. അത് എനിക്കും മനസ്സിലായി, സാറിനും മനസ്സിലായി, കഥാപ്രസംഗം കേട്ടോട് എല്ലാവർക്കും മനസ്സിലായി. നീ കഥ പറ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്ത് സംഭവിച്ചു? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ആ പെൺകുട്ടി ആ ഓലയുടെ അടിയിൽ കുറച്ചു നേരം നിൽക്കണോണ്ട് അവൾക്ക് ചെലവിന് കൊടുക്കൊന്നും വേണ്ടല്ലോ. പിന്നെ മാഷപ്പ് എന്ത് വേണ്ട, അതെല്ലാവർക്കും മനസ്സിലായി. നീ കഥ പറ. നീ കഥയിലേക്ക് കിടക്ക്. പരമ, നീ കഥ പറ. ടീൻറ്റുടിയല്ല, സങ്കരവർഗം. അത് വേണ്ട. ഇനി ഓലയുടെ കാര്യം പറയാൻ പാടില്ല. ഓല എന്ന് പറയരുത്. നീ കഥ പറഞ്ഞു. ഓല പറയാൻ പാടില്ല. എന്താ ഓല എന്ന് പറഞ്ഞാൽ തെറിയ? ഓല വേണ്ട, കഥയിലേക്ക് ഇറങ്ങണം. അത്രയല്ലേ വേണ്ടു. ഓലത്തുമ്പത്തിരുന്നു ഞാലാടും ചെല്ലപ്പൈകിളി, എന്റെ ബാലഗോപാലനെ എന്നതിപ്പിക്കുമ്പോ പാടടി. ഓലത്തുമ്പത്തിരുന്നു ഞാലാടും ചെല്ലപ്പൈകിളി, എന്റെ ഹെഡ് മാഷെ ഇങ്ങനെ എണ്ണ തേപ്പിക്കുമ്പോ പാടടി. അതെ, ആ ഓല എന്ന് പറയുന്നത് ചെന്തെങ്ങിന്റെ ഓലയിൽ മേലാണ് ആ പൈങ്കിളിരുന്നത്. നമ്മുടെ അതല്ല, നാടൻ തെങ്ങിന്റെ ഓലയാൽ മേഞ്ഞോരു കൊമ്പു ഗൃഹത്തിന്റെ കോലായിൽ നിന്നോരു കോമളാങ്ങി. അതെ, നാടൻ ചാരവും ചാണകവും ഇട്ട് വളർന്നു വന്ന പുഷ്പമുള്ള തെങ്ങിന്റെ ഓലയാൽ മേഞ്ഞോരു കൊമ്പു ഗൃഹത്തിന്റെ കോലായിൽ നിന്നോരു കോമളാങ്ങി. കഥ പറ. കഥ മാഷ് പറയട്ടെ. നിങ്ങൾ കുറച്ചു നേരം എടുത്ത് കളിക്കുന്നത് വിദ്യാഭ്യാസം രാഷ്ട്രീയത്തിൽ കയറട്ടെ. മാഷ്, എന്റെ ദൈവമേ, ഇയാള് വീട്ടിൽ തരി പറയണോ എന്നെ? കഥയിലേക്ക് കിടക്കണം. അല്ല, ഞാൻ ഇവരെ ഒന്ന് കുറച്ചു നേരം അല്ല ഓലയുടെ അടിയിൽ നിന്ന് ചൂടുണ്ടാവില്ലോ. വേണ്ട, നീ കഥ പറഞ്ഞാൽ മതി. കഥയിലേക്ക് പോകണം. ആൾക്കാർ ഞാൻ പറയാം കേട്ടോ. കഥ പറയണം, അത്രയല്ലേ ഉള്ളൂ. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണക്ക് കൂടുപോലുള്ളൊരു 4 കാലോലപ്പുരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണക്ക് കൂടുപോലുള്ളൊരു 4 കാലോലപ്പുരയുണ്ട്. പക്ഷേ നമ്മുടെ കഥാനായകി നിൽക്കുന്ന 4 കാലമുള്ള ഓലപ്പുരയില്ല, 12 കാലുള്ള ഓലയാൽ മേഞ്ഞോരു കൊമ്പോ ഗ്രഹത്തിന്റെ കോലായിൽ നിന്നോരു കോമളാങ്ങി. കായംകുളത്തുള്ള പെണ്ണുങ്ങൾ ഓലമുടഞ്ഞുള്ള ഓലയാൽ നിർത്തടാ. നിനക്ക് എന്താ ഓലയിൽ ഇത്ര താല്പര്യം? ഓല നല്ലതല്ലേ? നല്ലതാണ്, ആയിക്കോട്ടെ. നിനക്ക് പരമാ, നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കാല് പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ നിന്നെ കയറ്റിയത്. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കരുത്. നീ കഥ പറ. നിനക്ക് കഥ പറയാൻ എന്താ പ്രയാസം? ഓല കൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല. ഓല കഥ പറയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഈ ഓലെന്നല്ലേ മാഷ ഈർക്കിനെടുത്ത് കഥ പറ. ഇത്രയും പേര് കഥ കേൾക്കാൻ വേണ്ടിയിരിക്കുക. നീ കഥ പറ. നിനക്ക് എന്താ കഥ പറയാൻ ബുദ്ധിമുട്ട്? കഥ പറയാൻ എനിക്ക് ബുദ്ധിമുട്ട്. എന്താ പറ. കഥ പറയാം പരമ. കഥ പറ. കഥ പറയാന്ന് പറഞ്ഞു. കഥ പറ പരമ. മാഷെ പേടിപ്പിക്കട്ടെ തന്നെ. കഥ പറ. എന്ത് കഥ പറ? കഥ പറയാൻ നിനക്ക് എന്താ പ്രയാസം? ഏത് പറയാൻ? കഥ പറയാൻ ബുദ്ധിമുട്ട് എന്താ? കഥ പറയാൻ ബുദ്ധിമുട്ട് എന്താണെന്ന് ടീൻറ്റുടിയല്ല. കഥ പറ. എന്ത് മാഷേ, എനിക്ക് ക്ഷമ കിടന്നു കേട്ടോ. കഥ പറ. കഥ പറ. പറയടാ, നിനക്ക് എന്താ ബുദ്ധിമുട്ട്?
കഥാപ്രസംഗത്തിന്റെ പുസ്തകം എടുക്കാൻ ഞാൻ മറന്നു മാഷേ. എന്താണ് കഥാപ്രസംഗത്തിന്റെ പുസ്തകം എടുക്കാൻ ഞാൻ മറന്നു. പുസ്തകം എടുക്കാൻ മറക്കുന്ന പഠിക്കുന്ന കാലത്തെ ഉള്ള ഇവൻ സ്വഭാവമാണ്. സുഹൃത്തുക്കളെ, ഇങ്ങനൊരു അത്യാഹിതം സംഭവിച്ചതിൽ ഈ നാടിൻ്റെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് അത്യധികം ഖേദമുണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞ് രേഖപ്പെടുത്തിക്കൊള്ളാം. ഒരു നിമിഷം. നമ്മുടെ നാടിൻ്റെ അഭിമാനമായ കഥാപ്രസംഗ ലോകത്ത് വേറൊരു ചക്രവർത്തിയായ കെ സുഗുണൻ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇവിടെ വന്നൊരു കഥ പറഞ്ഞ് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നിലയിൽ താഴ്മയായിട്ട് സുഗുണൻ സാറിന്റെ ശിഷ്യനല്ലേ? സുഗുണനും എൻ്റെ ശിഷ്യനാണ്. സുഗുണ വരണം. സുഗുണ, ഞങ്ങളൊരു കഥ പറഞ്ഞ് രക്ഷിക്കും. സുഗുണനെ പറ്റി 2 വാക്ക് സാർ പറഞ്ഞു. സുഗുണനും ഭാഗ്യവശാൽ എൻ്റെ ശിഷ്യനാണ്. സാധാരണ നമ്മുടെ നാട്ടുകാരിൽ ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയും. പക്ഷെ ഇത് മണമുള്ള ഒരു സുഗുണനാണ്. സുഗുണന്റെ എത്രാമത്തെ സ്റ്റേജാണ്? 299ാമത്തെ സ്റ്റേജാണ്. 299ാമത്തെ സ്റ്റേജ് പ്രമാണിച്ച് ശ്രീ സുഗുണന് ഈ പഞ്ചായത്തിൻ്റെയും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും വ്യക്തിപരമായി എൻ്റെയും വകയായി ഒരു പൊന്നാട അണിയിക്കുവാൻ ഞാൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിക്കുകയാണ്. പൊന്നാട. സുഗുണ, കഥയുടെ പേരെന്താണ്? വത്സല. വത്സല എവിടെ ഇരിക്കുന്നു? കഥയുടെ പേരാ. സോറി സാർ. അപ്പൊ ബെസ്റ്റ്, നന്ന അസലായിട്ട് പറയണം. എൻ്റെ മാനം നീ രക്ഷിക്കണം കേട്ടോ. കലക്കണം. സഹൃദയരെ, ഒരു കണ്ണാടിയും ഒരു വെള്ള ജുബ്ബയും ഒരു കസവും ഉണ്ട് കൊടുത്താൽ ഏത് എംബോക്കിക്കും കാതികനാകാം എന്നൊരു ധാരണ ഈ നാട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനും സാംബശിവനും കൊല്ലം ബാബുവുമെല്ലാം ചെറുപ്പകാലത്തിലെ രാവിലെ എഴുന്നേറ്റ് സാധകം ചെയ്തുണ്ടാക്കിയ കഥാപ്രസംഗം എന്ന കല നിങ്ങൾക്കിപ്പോൾ കേൾക്കാവുന്നതാണ്. ഞാൻ അതിമനോഹരമായ ഒരു കഥാപ്രസംഗത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ ഉദ്ദേശിക്കുകയാണ്. എന്റെ കഥയുടെ പേരാണ് വത്സല. നിങ്ങളെ മുഴുവൻ അതിമനോഹരമായ ഒരു കുന്നിന്റെ താഴ്വരയിലേക്ക് ഞാനിതാ കൂട്ടിക്കൊണ്ടു പോകുകയാണ്. ആ കുന്നിന്റെ താഴ്വരയിൽ ഇതാ അതിമനോഹരമായ ഒരു ഓടിട്ടൊരു കൊച്ചുപുര. ആ പുരയുടെ ചുവട്ടിൽ എന്റെ കഥാനായിക വത്സല മൂകവിവശയായി അകരെ ശോകമുഖത്തിൽ അവിടെ നിൽക്കുകയാണ്. വേദന തിന്നും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടമാന്തി പറിച്ചതാണി കഥ. അല്ലാതെ കാലത്ത് എഴുന്നേറ്റപ്പോൾ അമ്മ ചോദിച്ചു, മോനെ നീ എങ്ങോട്ട് പോകുന്നടാ എന്ന് ചോദിച്ചപ്പോൾ ഇന്നെനിക്ക് തൃപ്രയാറൊരു കഥാപ്രസംഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇതിരിക്കട്ടെ എന്നും പറഞ്ഞ് തന്ന കഥയല്ല, പിന്നെയോ വേദന തിന്നും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടമാന്തി പറിച്ചതാണി കഥ. കാലത്തെ എന്റെ ഭാര്യ കാപ്പിയും കൊണ്ടുവന്ന് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു, ഇന്ന് എനിക്ക് തൃപ്രയാറൊരു കഥാപ്രസംഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇത് പിടിച്ചോ എന്നും പറഞ്ഞു തന്ന കഥയല്ല, പിന്നെയോ വേദന തിന്നും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടമാന്തി പറിച്ചതാണി കഥ. കാലത്തെ എന്റെ കൊച്ചുമോൾ എന്റെ റൂമിലേക്ക് കടന്നു വന്ന് ചോദിച്ചു, അച്ഛൻ എങ്ങോട്ട് പോണു? മോളെ എനിക്ക് തൃപ്രയാറൊരു കഥാപ്രസംഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത് കയ്യിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞു തന്ന കഥയല്ല, പിന്നെയോ വേദന തിന്നും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടമാന്തി പറിച്ചതാണി കഥ. നീ കുറച്ചു നേരമായല്ലോ മാന്തി പറിക്കാൻ തുടങ്ങിയിട്ട്. എന്താ മാന്തി പറിക്കാൻ? എന്താ വേദന? നിനക്ക് വേദന ഉണ്ടെങ്കിൽ വല്ല ആസ്പത്രി ഒരുത്തനെ പറഞ്ഞു വിട്ടതേ ഉള്ളൂ, നീ അവമാനിക്കരുത്. ഇനി വേദനയും മാന്തിപ്പറിക്കലോ ഒന്നും വേണ്ട. നീ കഥയിലോട്ട് കിടക്ക്. ഇനി വേദന വേണ്ട, മാന്തിപ്പറിക്കാനും പാടില്ല കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് കാറിലേക്ക് കയറുമ്പോൾ എന്റെ അമ്മാവൻ എതിരെ വന്ന് ചോദിച്ചു, മോനെ നീ എങ്ങോട്ട് പോകുന്നു എന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് തൃപ്രയാറൊരു കഥാപ്രസംഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത് കയ്യിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞു തന്ന കഥയല്ല, പിന്നെയോ വേദന തിന്നും സമൂഹത്തിൽ നിന്നു
എന്താ വേദന കാണിക്കേ? ഇവിടെ എന്താ നിന്റെ പ്രശ്നം? പിന്നെ എത്ര നേരമായി കുറെ സമയം വേദന മാന്തി പറിച്ചോണ്ടിരിക്കുന്നത്? കഥ പറടാ ചൂണ, എന്റെ അഭിമാനത്തിന് പ്രശ്നം. കഥ പറടാ. നിനക്ക് എന്താ കഥ പറയാൻ പ്രയാസം? ആളുകളുടെ മുമ്പിൽ കഥ പറടാ. കഥ 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 എത്ര ഓർമ്മിച്ചിട്ടും ഓർമ്മ വരുന്നില്ല. അതെ, ഞങ്ങൾക്ക് ഇതൊരു പ്രശ്നമൊന്നുമല്ല. ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെ ഞങ്ങൾക്ക് കിട്ടാറ്. ആശാനെ എന്നെ കാത്തുകൊള്ളണേ. ആശാനില്ലാത്തൊരു കുറവ് ഇവിടെ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാതികനാകും കലാകാരനാകും ഞാൻ, കേവലം ആശാനെ പോലൊരുവൻ. ആശാനെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചാ? എന്തിനാ അടിച്ചത്? നീ ഈ പ്രാവശ്യം കഥാപ്രസംഗത്തിന്റെ പുസ്തകം എടുത്തു തരാൻ മറന്നുല്ലേ? കഥാപ്രസംഗത്തിന്റെ പുസ്തകം ഞാൻ ഇവിടെ വെച്ചിരുന്ന എവിടെടാ? അയ്യോ, അത് കഥാപ്രസംഗത്തിന്റെ പുസ്തകമായിരുന്നു. ഞാനത് കപ്പലണ്ടിക്കാർക്ക് കൊടുത്തിട്ട് കപ്പലണ്ടി മേടിച്ച് തിന്നു. എന്നിട്ട് കപ്പലണ്ടി എന്താടാ? കപ്പലണ്ടി നീ തിന്നു തീർത്തു, കഥാപ്രസംഗം നീ കൊടുത്തു തീർത്തു. ഇനി എന്റെ കഥാപ്രസംഗം കപ്പലണ്ടിക്കാരിങ്ങനെ പറിച്ച് നടക്കൂലേ? ആരാ? എവിടുന്നാ? ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യമായിട്ടാ ഒരാള് നേരിട്ട് പരിപാടി ബുക്ക് ചെയ്യാൻ പറഞ്ഞേ. സാധാരണ ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്കാ ബുക്ക് ചെയ്യാൻ പോവാറ്. എഗ്രിമെന്റ് എടുക്ക്. പരിപാടി ബുക്ക് ചെയ്യാൻ വന്നതല്ല, പിന്നെ ഞാനൊന്ന് ബുക്ക് ചെയ്തതാ പരിപാടി. അതിന്റെ ഫലമായി കാണുന്നേ. മനസ്സിലായില്ല, ഏത് പരിപാടിയാ? എന്നെ മനസ്സിലായില്ലേ? കഴിഞ്ഞ പ്രാവശ്യം പോകുന്നതാണ് നിങ്ങളൊരു ഓലപ്പുര എന്ന് പറഞ്ഞൊരു കഥ അവതരിപ്പിച്ചില്ല. ആ കഥാപുസ്തകത്തിന് ആ കമ്മിറ്റിക്കാരെ ഞാനാ ബുക്ക് ചെയ്തു. ആശാൻ ഇങ്ങനെ മനസ്സിലായില്ലേ? ഇങ്ങനെ നേരത്തെ പരിപാടി ബുക്ക് ചെയ്യാൻ വന്ന ആ സ്കൂളിലെ പ്യൂണ്. ആ സ്കൂളിലെ തൂണാ നീ പേടിക്കണ്ട. നീ ധൈര്യമായിട്ടിരിക്കുക. എനിക്ക് കിട്ടാനുള്ള അവാർഡാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. നിനക്ക് ഇനി അഹങ്കരിക്കാം. എനിക്ക് അവാർഡല്ല ചേട്ടാ കിട്ടിയത്, പിന്നെ എനിക്ക് പേവാർഡാ കിട്ടിയത്. ഞാൻ പേവാർഡിന്നാ വരുന്നത്, അറിയാമോ? എനിക്ക് ചേട്ടാ ചേട്ടൻ അറിയാമോ? ചേട്ടന്റെ പരിപാടി അവിടെ കുളമായപ്പോണ്ടല്ലോ അവാർഡങ്ങൾ കൂടി എനിക്ക് തന്നിട്ടുണ്ട്. കരാമ പഞ്ചായത്തിൽ പുതിയ പരിപാടി വെക്കാൻ പോവാ. സിദ്ദിഖ് ലാലും കുറെ നടന്മാരും നടികളും വന്ന ഇവിടെ ഉഗ്രം പരിപാടി വെക്കാൻ പോകുന്ന, അറിയാമോ? സിദ്ദീഖ് ലാലും മോഹൻലാലും ആര് വന്നാലും ശരി, ഈ പരിപാടി ഞാൻ അടിച്ചു പൊടിച്ച് കുളമാക്കിയില്ലെങ്കിൽ എന്റെ വീട്ടിലെ പട്ടിയുടെ പേരെടുത്ത് നീ ഇട്ടോ. പിന്നെ ചേട്ടൻ ഈ വേഷം കൊണ്ട് ചെല്ലേ, ഈ ചുപ്പയും ഈ മുണ്ടും ഈ കണ്ണാടി വെച്ചിട്ട് അവര് കണ്ടാനുണ്ടല്ലോ, ഇടിച്ചമാര് പഞ്ഞിക്കിടും പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ വേറൊരു വേഷത്തിൽ പോകും. ആവേശം വേണ്ട. ആ വേഷത്തിലടാ, മറ്റൊരു വേഷത്തിലടാ ഞാൻ പോകാൻ പോണേ. എവിടെ എന്റെ വേഷങ്ങൾ? നീ പേടിക്കേണ്ട കാര്യമില്ല, നീ ധൈര്യമായിട്ടിരിക്കും. എന്റെ ഹെൽമെറ്റ് എവിടെടാ? ആശാന്റെ ഈ ആവേശം കണ്ടിട്ട് ഇനി ആശാന്റെ കഥ ഞാൻ പറയേണ്ടി വരുമല്ലോ എന്റെ ആശാനെ. ഇനി പരിചയപ്പെടുത്താനുള്ളത് ഞങ്ങളോടൊപ്പം വന്നിട്ടുള്ള പ്രശസ്തരായ ഞങ്ങളുടെ സഹപ്രവർത്തകരെയാണ്. ഞങ്ങൾ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. എന്താ 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 പ്രശ്നം? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? പ്രശ്നം എന്താ? എന്താ അതവിടെ വെക്കണം. കുറച്ച് നേരം തുടങ്ങിയിട്ട് നിങ്ങൾ എന്താ? പഴയ ആൾക്കാരൊക്കെ കണ്ടു, പാട്ട് കേട്ടു. ഇവിടെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ടില്ലേ? കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ കൊണ്ട് കാണിക്കാം. അത് കാണിക്കാൻ പോകല്ലേ? അപ്പോഴേക്കും നിങ്ങൾ ബഹളം കൂട്ടിക്കൊണ്ട് പറയാം. ഞാൻ ഇവിടുത്തെ ആളാണ്. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞത്? ഞാൻ ഇവിടെ കരാമേലുള്ള ആളാണ്. കരാമേല് താമസമാണ് ഞാൻ. അത് ശരി. കരാമേല് താമസമുള്ള ആളാണെങ്കിൽ അവിടെ അവരുടെ കൂടെ പോയിരിക്കണം. അവര് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്തിനാ? എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. എന്താ അറിയാം? നിങ്ങൾ കൊണ്ടുവന്ന ആൾക്കാരൊക്കെ എവിടെയാണെന്ന്? ഇവിടെ ഉണ്ട്, അകത്തുണ്ട്. അകത്ത് എന്ത് ചെയ്യാ? അവര് ഡ്രസ് ചെയ്തോണ്ടിരിക്കുക. ആരൊക്കെ? എല്ലാവരും ഉണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ സുകുമാരി ചേച്ചിയുണ്ട്, വിനീതുണ്ട്, മോഹിനിയുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഡ്രസ്. ഞാൻ അകത്ത് പോയി കാണട്ടെ അവരെ. അയ്യേ, ഡ്രസ് ചെയ്തോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എനിക്കത് ഇഷ്ടം. എന്താ? വേണ്ട, ഞങ്ങൾ ഇവിടെ വിളിച്ച് കാണിക്കാം. അതെ, ഇവിടെ കൊല്ലം ഇതുപോലെ ഒരേ പരിപാടിയായിട്ട് വരാറുണ്ട്. ആര്? നിങ്ങള്. അത് ശരി. ഞങ്ങൾ കാശും കൊടുത്ത് ഇവിടെ കാണാൻ വേണ്ടി വരും. അവസാനം ഞങ്ങളെ പറ്റിച്ച് പോവാറാണ് പതിവ്. ആ പരിപാടി ഇനി ഇവിടെ നടക്കില്ല. മനസ്സിലായോ? അതായത് നിങ്ങൾ വരുമ്പോ പറയും
ഞങ്ങൾ ഫ്ലൈറ്റിൽ വെച്ച് കൂട്ടിമുട്ടി, അല്ലെങ്കിൽ ട്രെയിനിൽ വെച്ച് കൂട്ടിമുട്ടി. അതുകൊണ്ട് റിഹേഴ്സലൊന്നും എടുത്തിട്ടില്ല. പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ടുള്ള പരിപാടിയാണ്. 6 മാസം മുമ്പ് കാശ് തന്നിട്ടല്ലേ നിങ്ങളൊക്കെ ഇവിടെ വരണത്? അതെ അല്ലേ? അതെ. ആട്ടും കാട്ടൊന്നുമല്ലല്ലോ പറക്കി തരണേ. പരിപാടികൾ എന്തൊക്കെയാണ്? പരിപാടികൾ ഒരുപാടുണ്ട്. മോഹൻലാൽ എവിടെ? മോഹൻലാൽ എവിടെ? ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ മോഹൻലാൽ എന്ന്. അയാൾ എവിടെ? എവിടെ എഴുതിയിട്ടുള്ളത്? മോഹൻലാൽ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഈ ചിത്രം വീക്കിലിയിൽ എവിടെ എഴുതിയിരിക്കുന്നു? മോഹൻലാൽ. സിദ്ദിഖ് ലാൽ. സിദ്ദിഖ് ലാൽ എന്നല്ല എഴുതിയിട്ടുള്ളൂ, മോഹൻലാൽ എന്ന് എഴുതിയിട്ടില്ലല്ലോ. അപ്പൊ മോഹൻലാൽ എവിടെ? മോഹൻലാൽ അല്ല, അത് സിദ്ദിഖ് ലാലിൽ ലാൽ. അപ്പൊ സിദ്ദിഖ് എവിടെ? സിദ്ദിഖ് ഞാൻ. നടൻ സിദ്ദിഖ് എവിടെ? നടൻ സിദ്ദിഖ് അല്ല, സംവിധായകൻ സിദ്ദിഖാണ് ഞാൻ. അല്ല, നടൻ സിദ്ദിഖ് താനല്ല. അല്ല, നടൻ സിദ്ദിഖിനെ കണ്ട നല്ല ഭംഗിയാണ്. തന്നെ കണ്ട താടിയൊക്കെ വെച്ചിട്ട് ഇവിടുന്നുണ്ട്. ലാലിനെ വിളിക്ക്. ലാൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഉള്ള ലാലാണ്. ലാൽ വിളിക്ക്. ഇതാണ് ലാൽ, ഡയറക്ടർ ലാൽ. ഇതാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആള്. മോഹൻലാൽ അല്ല. അയ്യേ, മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഒരു ഇങ്ങനെ സുഖമൊക്കെ ഇല്ലല്ലോ. പോട്ടെ, സിനിമാ ഗാലക്സി എവിടെ? എന്ത് സിനിമാ ഗാലക്സി എവിടെ? ഈ ആൾക്കാർ മുഴുവൻ വന്നേക്കണത് ഈ സിനിമാ ഗാലക്സി കിട്ടുന്ന വെച്ചിട്ടാണ്. എടുത്തോ, സാധനം എടുക്ക് ചേട്ടാ. സിനിമാ ഗാലക്സി എന്ന് പറഞ്ഞ ഒരു സാധനമല്ല, പിന്നെ അത് ഞങ്ങൾ ഈ പ്രോഗ്രാമിന് കൊടുത്തിരിക്കുന്ന പേരാണ്. ഇതാരാ ഇത് കൊണ്ടുവന്നേക്കണത്? ഇത് വിജയൻ. അയാളെ ഒളിച്ചിരിക്കുകയാണോ? മുങ്ങിയ? ഇല്ല, മുങ്ങിയിട്ടില്ല, ഇവിടെ ഉണ്ട്. ഈ ചിത്രം എന്ന് പറയുന്നത് അയാളുടെ മാഗസിനാണ്. അതെ. അതിനകത്ത് തോന്നിയ പോലെ എന്ത് വേണമെങ്കിൽ എഴുതാലോ. അയാൾ എവിടെ പോയി? അയാൾ ഇവിടെ ഉണ്ട്. അയാള് ഈ കൊല്ലം ആൾക്കാരെ വിളിച്ചൊടിയാക്ക് വേറെ പണിയൊന്നും ഇല്ലടോ. നിങ്ങൾക്കിപ്പോ എന്താ അറിയേണ്ടത്? ഞങ്ങൾക്ക് അറിയേണ്ടത്, ഞങ്ങൾ കാശ് മുടക്കിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ പരിപാടികൾ റിഹേഴ്സൽ, അതായത് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു പരിപാടി ഉണ്ടായിരുന്നു. മോഹൻലാൽ വന്നപ്പോ ഒരു കൊടയരകത്ത് കുറെ നടന്മാരും നടികളെയൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് ഇതിനകത്തുള്ള ഒരു കപ്പിൾ ഇങ്ങോട്ട് വരൂ, എന്നിട്ട് ഇതിനകത്തുള്ള ആൾക്കാർ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമാ നടൻ്റെ നടി ഒരു കയ്യൊപ്പ്, കുറച്ച് മിഠായി. ഞങ്ങൾക്കൊരു മിഠായിയും വേണ്ട, നിങ്ങളുടെ ഒരു കയ്യൊപ്പും വേണ്ട. മനസ്സിലായില്ലേ? അതുപോലെ നിങ്ങൾ വല്ല പുതിയ പരിപാടികൾ ഇവിടെ സ്റ്റേജിൽ ആൾക്കാരെ കുഴിച്ചിട്ടിട്ട് ഈ കുഴിയിൽ ആരാണ്, ആ കുഴിയിൽ ആരാണ്, അങ്ങനെ വല്ല പരിപാടികളുണ്ട്? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എന്നെ അവർ ചത്തുപോകും, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാ? നിങ്ങളുടെ പേരെന്താ? ഞാൻ ആരാണെന്ന് അറിയില്ല. ഇല്ല. നിങ്ങളുടെ പേരെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അറിയില്ല. മറ്റേ ലാലിനും അറിയില്ല. ഞാനാണ് പരമൻ പത്തനാപുരം. അതെ, നാടൻ ചാരവും ചാണകവും വളർന്നു വന്ന പുഷ്പമുള്ള തെങ്ങിന്റെ കായംകുളത്തുള്ള പെണ്ണുങ്ങൾ ഓലമുടഞ്ഞുള്ള നിനക്ക് എന്താ ഓലയിൽ ഇത്ര താല്പര്യം? ഓല നല്ലതല്ലേ? നല്ലതാണ്, ആയിക്കോട്ടെ. നിനക്ക് പരമാ, നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കാല് പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ നിന്നെ കയറ്റിയത്. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കരുത്. നീ കഥ പറ. നിനക്ക് കഥ പറയാൻ എന്താ പ്രയാസം? ഓല കൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല. കഥ പറയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഈ ഓലയെന്നല്ലേ മാഷ കഥ പറ. ഇത്രയും പേര് കഥ കേൾക്കാൻ വേണ്ടി ഇരിക്കുക. നീ കഥ പറ. നിനക്ക് എന്താ കഥ പറയാൻ ബുദ്ധിമുട്ട്? കഥ പറയാൻ എനിക്ക് ബുദ്ധിമുട്ട്. എന്താ പറ? കഥ പറയാം. പരമ കഥ പറ. കഥ പറയാന്ന് പറഞ്ഞു. കഥ പറ പരമ. മാഷെ പേടിപ്പിക്കട്ടെ തന്നെ. കഥ പറ. എന്ത് കഥ പറ? കഥ പറയാൻ നിനക്ക് എന്താ പ്രയാസം? പറയാൻ കഥ പറയാൻ ബുദ്ധിമുട്ട് എന്താ? കഥ പറയാൻ ബുദ്ധിമുട്ട് എന്താണെന്ന് എന്ത് മാഷേ, എനിക്ക് ക്ഷമ കെടുന്നു കേട്ടോ. കഥ പറ. പറയടാ, നിനക്ക് എന്താ ബുദ്ധിമുട്ട്? കഥാപ്രസംഗത്തിന്റെ പുസ്തകം എടുക്കാൻ ഞാൻ മറന്നു മാഷേ. എന്താണ്? കഥാപ്രസംഗത്തിന്റെ പുസ്തകം എടുക്കാൻ ഞാൻ മറന്നു. എനിക്ക് നിങ്ങളോടൊരു കടപ്പാടുണ്ട്. ഈ സ്റ്റേജിൽ വെച്ച് എന്നെ മോഹൻലാലും നെടുമുടി വേണുവും ചെകിട്ടത്തടിച്ച് പുറത്തേക്കാക്കി. അന്ന് ഞാൻ ഓലയുടെ അടിയിൽ ഒരു പെൺകുട്ടിയെ നിർത്തിയിരുന്നു. വെയിൽ വന്നു, മഴ വന്നു, മഞ്ഞ് വന്നു. ഇന്നും അവൾ ആ ഓലയുടെ അടിയിൽ നിൽക്കുകയാണ്. അവൾ നോക്കി നിൽക്കുന്നത് ദൂരേക്കാണ്. ദൂരേക്ക് നോക്കുന്നു വീണ്ടും വീണ്ടും. ആരെയോ പ്രതീക്ഷിച്ച് നോക്കി. മനസ്സിൽ യാതൊരു സ്വസ്ഥതയുമില്ലാതെ അവൾ അങ്ങനെ ദൂരേക്ക് നോക്കുകയാണ്. കാരണം ആ വീടിന്റെ തൊട്ട മുറിയിൽ, ചായ്പ് മുറിയിൽ അവരുടെ ഒരേ ഒരു മകൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് മരിക്കാൻ പോവുകയാണ്. വാസന്തി കുട്ടി തളർന്നു കിടക്കുന്നു, വാടിയ താമര തണ്ടു പോലെ. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ വകയില്ലാതെ ആ കൊച്ചുകുട്ടി മരിക്കാൻ പോവുകയാണ്. ആ സമയത്താണ് ഓലയിൽ അടിയിൽ നിന്ന പെണ്ണ് അവരുടെ ഭർത്താവിനെ നോക്കുകയാണ്. ആരാണ് ഭർത്താവ്? പ്രഭാകരൻ. അതാ വരുന്നു ദൂരെ നിന്ന് പ്രഭാകരൻ. അദ്ദേഹത്തിന്റെ കയ്യിൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടോ എന്ന് നോക്കി. ഇല്ല.
പെട്ടെന്ന് അവൾ തന്റെ കഴുത്തിലുള്ള കെട്ടുതാലി പൊട്ടിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു, കൊണ്ടുപോയി കൊള്ളുക നമ്മുടെ ബന്ധമീ 2 പണത്തൂക്കം പൊന്നിലാണോ. ഇത് കൊണ്ടുപോയി വിറ്റ് ഇതിനെന്തെങ്കിലും ആഹാരങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് ഈ കൊച്ചുകുട്ടിക്ക് കൊടുത്തു. മരിക്കുന്നതിനേക്കാളും മുമ്പ് അയാൾ ഓടി ടൗണിൽ ചെന്നു. ആഹാര സാധനങ്ങളൊക്കെയായി ഓടി വന്ന് ആ ചായ്പ് മുറി വന്ന് തുറന്നു നോക്കിയപ്പോൾ ആ സമയത്ത് അടിക്കണ്ടോ, വെറുതെ അങ്ങനെ കേന്നും പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ഒരു ചാൻസ് കൂടി തരാം. അങ്ങനെ തുറന്നു കിടക്കുന്ന വാതിൽ ഒന്നുകൂടി തള്ളി തുറന്ന് നോക്കിയപ്പോൾ എനിക്കിഷ്ടായി. നിനക്ക് ഞാൻ അത് കഴിഞ്ഞ എന്തെങ്കിലും തരാം, നിങ്ങൾക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. നോക്കിയപ്പോൾ ഇഹലോകവാസം വെടിഞ്ഞു വാസന്തിയായി ചിത്രരഞ്ജങ്ങൾക്കും ഉള്ള പോലെ. ആ കുട്ടി മരിച്ചു. ഇഹലോകവാസം വെടിഞ്ഞു വാസന്തിയായി ചിത്രരഞ്ജങ്ങൾക്കും ഉള്ള പോലെ. ജനഗണമന അതിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത. പഞ്ചാബ് എന്ത് പോക്കിരിത്തരോട് കാണിക്കുന്നത്? ഞങ്ങൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് കയറി ജനഗണമന പാടുന്നോ? എനിക്ക് ഇവിടെ ഒരു കടപ്പാടുണ്ടായിരുന്നു. എന്ത് കടപ്പാട്? ഞാൻ ഒരു കുട്ടീനെ ഇവിടെ ഓലയുടെ അടിയിൽ നിർത്തിയിട്ട് പോയതാ. അവരെന്നോട് പറഞ്ഞു, എന്തായി ആ കുട്ടിയുടെ കാര്യം, വല്ലൊരു പിടിച്ചോണ്ടോ, നിങ്ങൾ സമാധാനം പറയോ? അത് തീർത്തു. അതൊക്കെ ശരി. ഇപ്പൊ തൽക്കാലം തന്റെ കഥയൊക്കെ പറഞ്ഞു തീർന്നില്ല. ഇനി തനിക്ക് അവിടെ പോയിരിക്കണം. എവിടെ? ആൾക്കൂട്ടത്തിൽ പോയിരിക്കണം. അവരാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. എന്തിനാ തന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത്? പറഞ്ഞയച്ചത് നിങ്ങൾ കൊണ്ടുവന്ന ആൾക്കാരെ കൊട്ടിട്ട് അവിടെ മൂടിയിട്ടിരിക്കുക. അല്ല, എവിടെ ഉണ്ട്? ഇങ്ങോട്ട് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കും, അവിടെ ഇരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കും. അവിടെ ഇരിക്കാം. എന്റെ ഹെൽമെറ്റ് എവിടെ? ഹെൽമെറ്റ് അവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. പരിപാടി മോശമായാലുണ്ടല്ലോ, ഇതുപോലെ തന്നെ ഓരോ ഹെൽമെറ്റ് നിങ്ങളൊക്കെ ചിലപ്പോ തലയിൽ വെക്കേണ്ട വരും കേട്ടോ. അത് പറഞ്ഞേക്കും. ഇരുന്നോളൂ. നിങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകളെ കാണണം. അവര് തന്നെയാണോ എന്ന് അറിയണം. അത്രയല്ലേ ഉള്ളൂ. കൊണ്ടുപോവാ. ആരെയാണ് വിളിക്കേണ്ടത് പറഞ്ഞോളൂ. സുകുമാരി. ആരെ? സുകുമാരി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇവിടെ ഒരാളിരിപ്പുണ്ട്. ഒരെണ്ണം കിട്ടും തന്നെ, വലിയ ചെലവൊന്നുമില്ലല്ലോ. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇതിനു മുമ്പ് 4-5 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോ ഇത് കുറെ പ്രാവശ്യമായി വരണതല്ലേ? പറഞ്ഞു. ഇപ്പോഴും ഇവിടെ വന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞങ്ങളുടെ കൂടെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. അവരൊക്കെ പ്രോഗ്രാമിനെ കാത്തിരിക്കുകയാണ്. മിസ്റ്റർ സിദ്ദിഖ് ലാൽ, മിസ്റ്റർ വിജയൻ, അവർക്കൊക്കെ എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. പോലെ അമ്മായി എത്രാമത്തെ പ്രാവശ്യം വന്നേന്ന് പറഞ്ഞേ? 4-5 പ്രാവശ്യമായി. അമ്മായിന്ന് വിളിച്ച് ഇഷ്ടമായില്ല അല്ലേ? സോറി, നോട്ടം കണ്ടത്. അല്ല, ഈ 5 പ്രാവശ്യം ഞാൻ പറയണ കേട്ടു, നിങ്ങളെയൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമുണ്ട്, അങ്ങനെ സന്തോഷം കൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു കൊല്ലത്തിലൊരിക്കയോ അല്ലെങ്കിൽ 1.5 കൊല്ലത്തിനൊരിക്കയോ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ സന്തോഷം തോന്നണം, ഗൾഫിലുള്ളവരെ കാണണം. അപ്പോൾ സ്വന്തമായിട്ട് കാശെടുത്ത് ഇങ്ങോട്ട് വരികയാണോ അതോ വല്ലവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് വരികയാണോ? അല്ല, ഞങ്ങളെ സ്പോൺസേഴ്സാണ് കൊണ്ടുവരുന്നത്. മിസ്റ്റർ വിജയൻ അവർ ക്ഷണിക്കുമ്പോൾ ഞങ്ങളിവിടെ വരും. ശരി. അല്ലാണ്ട് നിങ്ങളെ കാണാനുള്ള സന്തോഷമൊന്നുമല്ല. അതുകൊണ്ടല്ലോ. കാശ് തന്നെ പ്രശ്നം അല്ലേ? അത് പോട്ടെ. പിന്നെ നമ്മുടെ പേര് ഗിന്നസ് ബുക്കിൽ വരാൻ പോകണമെന്ന് പറഞ്ഞിട്ടല്ലോ. അത് ഞാനൊരു 10-2000 പടം കഴിഞ്ഞു, എല്ലാ ഭാഷയിലും അഭിനയിച്ചു. അതുകൊണ്ടായിരിക്കാം. അഭിനയിക്കുക അതോ പടം കാണുക? പടം കാണുകയല്ല, അഭിനയിക്കുക തന്നെയാണ്. അത് ശരി, നല്ലതാണത്. വരട്ടെ. പിന്നെ നമ്മുടെ പ്രേമനസീർ സാറിന്റെ കൂടെ നിങ്ങൾ അഭിനയിച്ചിട്ടില്ലേ? പിന്നെന്താ, എത്ര പടം. പിന്നെ മുത്തയ്യോ ഉണ്ട്. കൊട്ടാരക്കര ശീരൻ നായരോ? SP പിള്ളയോ? ഉണ്ട്. പിന്നെ നമ്മുടെ ജയനോ? ജയൻ, സത്യം മാസ്റ്റർ, മധുചേട്ടൻ, ഒരുപാട് പേരുടെ. അല്ല, മധുചേട്ടന്റെ കാര്യം നിൽക്കട്ടെ. മരിച്ചുപോയ സത്യന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, മരിച്ചുപോയ പ്രേമനസീർ സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, മരിച്ചുപോയ ജയന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെന്താ, അവരൊക്കെ പോയിട്ടും അമ്മായി മാത്രം ഇങ്ങനെ നിൽക്കണത് എന്താന്ന് ചോദിച്ചു. അത് കൊണ്ടു അതേ, ഞാൻ വേറെ ഒന്നും തോന്നരുത്, ഞാൻ ചോദിച്ചു എന്നുള്ളൂ. പിന്നെ ഇപ്പൊ ഇളം തലമുറയുടെ കൂടെയാണല്ലോ അഭിനയിക്കുന്നത്. അതെ. മോഹൻലാല്, മമ്മൂട്ടി, വിനീത്, ജയറാം, അതുപോലെ തന്നെ മറ്റേ
നിങ്ങളെ കൂടെ വന്നിരിക്കുന്നത് ആരാണ്? ജഗദീഷ്, പിന്നെ മനോജ് കെ ജയൻ. അപ്പൊ ഇളം തലമുറയുടെ കൂടി അഭിനയിക്കുന്നുണ്ടല്ലോ. അതെ. അവരുടെയൊക്കെ ചാരം കണ്ടട്ടെ അമ്മായി ഇവിടുന്ന് പോവുള്ളൂ അല്ലേ? അവരുടെ കൂടെ അഭിനയിക്കാൻ സാധിക്കുന്നതല്ല എന്റെ ഭാഗ്യമല്ലേ? അത് നല്ലതാ. അല്ല, ഇത്രയൊക്കെ ചോദിക്കുന്നല്ലോ, നിങ്ങൾ ആരാ? ഞാൻ ആരാണ്? സിദ്ദിഖേ പറഞ്ഞില്ല ഞാൻ ആരാണെന്ന്. ആരാ അയാള്? ഞാൻ കരാമേലുള്ള ആളാണെന്ന് പറയുന്നത്. കരാമേല് ഞാൻ ചോദ്യം ചോദിച്ചോണ്ട് എന്താ നിങ്ങൾക്ക് എന്താ അറിയണം? നിങ്ങൾ ആരാ? സ്പോൺസർ വിജയന്റെ അളിയനാണ്. ആര്? ഈ സ്പോൺസർ വിജയനില്ലേ, അയാളുടെ അളിയൻ. ഇയാളോ? ആ, എങ്കിൽ സ്പോൺസർ വിജയന്റെ വീട്ടിൽ പോയിരിക്കണം നിങ്ങൾ. ഞാൻ എവിടെ പോയി? എന്റെ വീട്ടിൽ പോയിരിക്കുന്ന? അതെ, എന്റെ വീട്ടിൽ ഞാൻ പോയിരുന്ന അയാളുടെ പെങ്ങൾ അയാളുടെ വീട്ടിൽ പോയിരിക്കും. ആ കഥ എനിക്കറിയോ? പോയി വല്ല പണി നോക്കടോ. അമ്മായിനകത്തേക്ക് വലിക്ക്, അകത്തേക്ക് ആള് പോട്ടെ. മര്യാദക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കും ഇവിടെ കേട്ടോ, അല്ലെങ്കിലേ നല്ല അടിയുള്ളും പറഞ്ഞേക്കാം. ആ മതി ചേച്ചി, താങ്ക് യു വെരി മച്ച്. പോലീസല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കാരണവത്യാണ്. ഇനി അടുത്ത ആരെയാണ് കാണേണ്ടത്? അടുത്തത് മോഹിനി. അതെ, ചെറുപ്പ. മോഹിനിയെ കാണണം. വെളുത്തിട്ട അങ്ങനെയുള്ളവരെ കൊണ്ടിരടോ. ഈ നടന്മാരെയും മറ്റവരും ഞങ്ങൾക്ക് ഇഷ്ടല്ല. ഞങ്ങൾ കാശും കൊടുത്തു വന്ന സുകുമാരി ചേച്ചി മറ്റു ആണുങ്ങളെ കൊണ്ടുവരണ്ട. മോഹിനിയെ വിളിക്കണം. വിളിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എനിക്ക് മലയാളം കുറച്ചേ അറിയുള്ളൂ. ചുറ്റിയില്ല ദൈവമേ. We need your cooperation and appreciation. We are going to give you a nice presentation this evening. Thank you. One second. What is your father's name? My father's name? Your father's name? Srinivasan. ആ സിനിമയിൽ ആ കറുത്ത കുള്ളന്റെ മോളാണ് നീ. Who said my father is actor Srinivasan? He is not actor Srinivasan. He is not dark and short. He is fair and tall. Your native place? India. Your father working? Yeah, my father is working in Madras. And he is not actor. He is a working man. Then you go. Thank you. ഇവർക്ക് മലയാളം അറിയാവുന്നവരെ കൊണ്ടുവന്നോടെ. ആ കുട്ടിക്ക് സ്റ്റാൻഡേർഡ് ഇല്ലേട്ടാ, ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് ഇല്ല. അത് ശരി. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നല്ല, അതാ കുട്ടിയുടെ കുഴപ്പം. ആ കുട്ടി ശരിയല്ല. അന്ന് മലയാളികളെ കൊണ്ടുവരും. മലയാളികളെ ആരാ വേണം? മലയാളികളെ അടുത്തത് ആരെ വിളിക്കണം? വിനീത. അത് കലാപ്രേമികളെ, കഴിഞ്ഞ വർഷം ശ്രീ മോഹൻലാലിൻ്റെ ട്രൂപ്പിൽ വരാൻ കഴിഞ്ഞതുപോലെ ഇത്തവണ പ്രഗത്ഭ സംവിധായകരായ സിദ്ദിഖ് ലാലിൻ്റെ ട്രൂപ്പിൽ വരാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കരുതുന്നു. അതിനവസരമുണ്ടാക്കിയ ശ്രീ വിജയനോടുള്ള നന്ദി ഞാൻ ഈ അവസരം അറിയിക്കട്ടെ. നമ്മുടെ ഈ ട്രൂപ്പിൽ ഒരുപാട് കഴിവുറ്റ ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. ചേട്ടാ ഒരു മിനിറ്റ്. കഴിഞ്ഞ വർഷം മോഹൻലാലിൻ്റെ കൂടെ വന്നു ഒരാൾ. എനിക്കെന്താ കണ്ണ് കാണില്ലേ? ഒറ്റയ്ക്ക് വരാനായിട്ട് കണ്ണൊന്നും കാണില്ല. അങ്ങനെ വല്ല കുഴപ്പമുണ്ടോ? ഞങ്ങൾ സ്വതം ഒരു ട്രൂപ്പായിട്ടാണല്ലോ. അല്ല, ശ്രീ മോഹൻലാൽ എന്താ ഈ സ്ത്രീ മോഹൻലാൽ അയാളാണല്ലേ? സ്ത്രീ അല്ല, ശ്രീ മോഹൻ. പിന്നെ കഴിവറ്റ കലാകാരന്മാർ. കഴിവുള്ള കലാകാരന്മാർ. മുടിയൊക്കെ നീട്ടി വളർത്തി എന്താ ഇവിടെ ഈ ദുബായിലുള്ള ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്? ഇഷ്ടമല്ല ചേട്ടന് മുടി ഇഷ്ടമല്ല. എനിക്ക് മുടി ഒരു കാര്യം ചെയ്യാൻ ഞാൻ വെട്ടിക്കളയാം. വേറെ വല്ല നീ കൈ കാല് ഇതൊക്കെ വെട്ടിക്കളയാം. നീ വലിയ താഴ്ത്തിക്ക് താഴണ്ട. അതൊക്കെ ഞാൻ പറയുമ്പോ നീ ചെയ്താൽ മതി. ഇതെന്താ ഈ കോട്ട് ഇങ്ങനെ ഒരു സാധനം? കോട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ. കോട്ട് ഞാൻ ഇട്ടത് അതിന്റെ ഗൗരവം അനുസരിച്ചിട്ട് വന്നിട്ടുള്ളതാ. അതേ ഗൗരവം അനുസരിച്ചാണ് ഞാൻ. കോട്ടും കിട്ടുന്നിട്ട് ഇവിടെ ഒന്നും പറ്റിക്കാൻ നോക്കണ്ട. കാര്യം വല്ല ഉണ്ടെങ്കിൽ ചെയ്യാം. വേറെ ഒന്നുമില്ല. എന്താ നിനക്ക് തല്ലണല്ലേ? ഓടാ എന്നെ കാര്യം നോക്കിട്ട്. എന്താണ് ഈ ചക്കനെ വിളിച്ചോണ്ട് പോയി? അതെ, ഈ കൾച്ചർ അല്ല എന്റേത്. നന്ദി, നമസ്കാരം. അവൻ എന്താ പറഞ്ഞത്? അതെ, നിങ്ങളെ പറ്റി നല്ലൊരു അഭിപ്രായം അവരോട് പറഞ്ഞത്. കച്ചറ. അതെ, ഇവിടെ നിന്ന് കച്ചറയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞ് പുള്ളി പിന്മാറിയതാ. അത്രേ ഉള്ളൂ. ഇനി ആരെ കാണണമെന്ന് പറഞ്ഞോളൂ. ഇനിയാ കൽപ്പനയെ കാണണം. എനിക്കിപ്പോ കാണുന്നവര്. വന്ദനം. 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. നിങ്ങൾ ഈ തരുന്ന സ്വീകരണവും സ്നേഹാദരങ്ങളുമാണ് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വന്നു നിൽക്കാനുള്ള കാരണം. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് നിൽക്കാൻ എനിക്കൊരു അവസരം നൽകിയ ശ്രീ വിജയേട്ടനും എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ നന്ദി. വീണ്ടും കാണാം. വന്ദനം. അല്ല, എന്തോ എത്രാമത്തെ പ്രാവശ്യം വന്നേന്ന്? 4ാമത്തെ പ്രാവശ്യം. വേറെ ആരൊക്കെ ഉണ്ട് കൂടെ?
ചോദ്യം മനസ്സിലായി, പക്ഷെ ഇപ്രാവശ്യം ഞാൻ മാത്രമേ ഉള്ളൂ. സാധാരണ അമ്മയും ചേച്ചിയും അനൂത്തിയും സ്റ്റൗവും പാത്രവും ചൂലൊക്കെ ആയിട്ട് വരാറ്, അതുകൊണ്ട് ചോദിച്ചു എന്നുള്ള പൊന്നെ. ഇല്ല സാർ, സത്യമാണ്. കാരണം എല്ലാരും ആർട്ടിസ്റ്റ് അല്ലേ, ഒരുമിച്ചാ വരിക. നമ്മളാരാ? നമ്മള് പരമൻ പത്തനാപുരം. ശരി, പറഞ്ഞില്ലല്ലേ? ഇപ്പം വന്നിറങ്ങിയതായിരിക്കും. ഇപ്പൊ വന്നിറങ്ങിയതാ. ശരി, വേറെ ഒന്ന് ചോദിക്കാൻ? ചെല്ല് ചെല്ല് മോള് ചെല്ല്. സിദ്ദിഖേ വിളിച്ചോണ്ടോക്കോ. ഇതൊക്കെ തർക്കുത്തരം പറയുന്ന പാർട്ടിയാണ് കേട്ടാ. താങ്ക് യു മിസ് കൽപ്പന. സിദ്ദിഖേ പൊക്കം കുറവാണെങ്കിലും അച്ഛനും അമ്മയും കാണാൻ നല്ലതാ. ഓ നല്ല കുട്ടിയാണ്, ഇഷ്ടമായി. അതിനെ ആരെ കാണണമെന്ന് പറയൂ. ഇനി സീനത്ത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ആദ്യമായിട്ട് ഒരാൾ ഇയാൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ 5-6. ഇത് പതിവാക്കണ്ട കേട്ടോ, ഇതോടുകൂടി നിർത്തിയേക്ക്. പറ. എൻ്റെ കന്നിയാത്ര ഞാൻ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന സിദ്ദിഖ് ലാലിൻ്റെ കൂടെയായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിനെ സഹായിച്ച വിജയേട്ടൻ്റെ അടുത്ത് എനിക്ക് നന്ദിയുണ്ട്. ഞങ്ങളിന്നിവിടെ അവതരിപ്പിക്കുന്ന പരിപാടികൾ കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ സിദ്ദിഖ് ലാലിന്റെ കൂടെ വന്നതിൽ നല്ല സന്തോഷമുണ്ട് അല്ലേ? അപ്പൊ അടുത്ത പടത്തിൽ ഇവർക്ക് ചാൻസ് ഉറച്ചു, അത് തന്നെ കാരണമായി. പൊക്കോ സിദ്ദിഖേ, നിങ്ങളെ പൊക്കി പറയാനും ആൾക്കാരുണ്ട് കേട്ടോ. നിങ്ങളുടെ കൂടെ വന്നതിൽ സന്തോഷം കൊണ്ട് മതി മറന്നിട്ട് ആ കുട്ടി ഇപ്പൊ ഇവിടുന്ന് പോയത്. അതൊക്കെ ശരി. ഇനി ആരെ കാണണമെന്ന് പറയൂ. അടുത്ത ആള് ഒന്നുണ്ട്. ഗീത ഒന്നുണ്ട്. ഗീത വന്നിട്ടുണ്ട്. വിളിക്കണോ? നമസ്കാരം. ഞാൻ ഈ ഗൾഫിൽ വരുന്നത് 3ാമത്തെ പ്രാവശ്യമാണ്. ഓരോ തവണയും വരുമ്പോൾ ഈ പ്രോഗ്രാം നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്. ഇത്തവണയും അങ്ങനെയാണ്. ഐ തിങ്ക് യു വിൽ ഓൾ കോഓപ്പറേറ്റ് വിത്ത് us. താങ്ക് യു വെരി മച്ച്. അല്ല, ഓരോ തവണയും വരുമ്പോൾ പ്രോഗ്രാം നന്നാവണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? അപ്പൊ ഇതുവരെ വന്ന പ്രോഗ്രാം ഒക്കെ പൊളിഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയല്ല, ഓരോ തവണയും വരുമ്പോൾ പ്രോഗ്രാം വളരെ നന്നായിട്ടുണ്ട്. ഇത്തവണയും അങ്ങനെയാണ്. ശരി. അപ്പൊ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നത് അല്ലേ? അതെ. ശരി, പൊക്കോ. താങ്ക് യു വെരി മച്ച്. നന്നായിട്ടുണ്ട്. ചുണ്ടുമേ ലിഫ്റ്റിക്ക് ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു എനിക്ക്. അതെ, ഇതൊക്കെ നോക്കാനാണോ നിങ്ങൾ ഇവിടെ കയറിയിരിക്കുന്നത്? ഈ ലിപ്സ്റ്റിക് ഒക്കെ നോക്കാൻ കാശ് കൊടുത്തിട്ടാ വന്നേക്കുന്നത്, അതൊക്കെ നോക്കണം. ശരി. ഓക്കെ. ഇനി ആരെ കാണണമെന്ന് പറയൂ. മനോജ് കെ ജയൻ. രണ്ടാളല്ല, ഒരാളാ. പിന്നെ മനോജ് കെ ജയൻ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു ഗായകനാണ്. അദ്ദേഹത്തിന്റെ മകനാണ് മനോജ്, അതുകൊണ്ടാണ് മനോജ് കെ ജയൻ. സിദ്ദിഖ് ലാൽ എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെയല്ല. പിന്നെ അവരോടൊക്കെ കളിക്കുന്നത് സ്വല്പം സൂക്ഷിച്ചു വേണം. അല്ല, ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. ആ ഷൗക്കത്ത് എന്ന് പറഞ്ഞ ഒരാൾ വീഡിയോ അതൊക്കെ ഉണ്ട് അവിടെ. ഉണ്ട്. അല്ല, ഇവിടെ എടുക്കുന്നത് തന്നെയല്ല കേരളത്തിൽ കാണിക്കുക. അതോ ഇനി വേറെ പറ്റിച്ചോലും കാണിക്കോ? വേറെ എല്ലായിടത്തും കാണിക്കും. എന്ന് വിളിക്കും. മനോജ് കെ ജയനെ വിളിക്കണം. എന്തിനാ വെറുതെ ആവശ്യമില്ലാണ്ട് അവരെ പെണ്ണുങ്ങളില്ല അവിടെ. നമസ്കാരം കലാസ്നേഹികളെ, ഞാനും ആദ്യമായാണ് ഗൾഫ് നാട് സന്ദർശിക്കുന്നത്. രണ്ടാമത് ആദ്യമായിട്ട് വരുന്ന ആളാണ്. അതെ, പറഞ്ഞിട്ട് പറയുക. സിനിമയിൽ വന്ന നാൾ മുതൽ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഗൾഫ് സന്ദർശനം. അത് നല്ലൊരു ടീമിൻ്റെ കൂടെ ആകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ശ്രീ സിദ്ദിഖ് ലാലിൻ്റെ കൂടെ ഈ പ്രോഗ്രാമിന് വന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. നല്ലൊരു സ്പോൺസർ ആയിരിക്കണമെന്നും എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ശ്രീ വിജയൻ ചേട്ടൻ്റെ കൂടെ വരാൻ കഴിഞ്ഞു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഇവിടെ നടക്കുന്ന പരിപാടികൾ നിങ്ങൾ ശരിക്കും വീക്ഷിച്ച് വേണ്ട പ്രോത്സാഹനം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പിന്നെ ഇയാൾക്ക് എന്താ അപസ്മാരം എന്തെങ്കിലൊക്കെ ഉണ്ടായിരുന്നില്ല? ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ വേദിയിൽ ചില സ്റ്റേജിൽ കയറുമ്പോഴാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് സൂക്ഷിക്കുക. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? നിങ്ങൾ കുറച്ചു നേരം ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ ഇത്ര ആൾക്കാരെ നിങ്ങൾക്ക് മാത്രം എന്താ കുഴപ്പം? എന്താ പ്രശ്നം? എന്താ നിങ്ങളാകെ 10-24 പേരേ ഉള്ളൂ. ഞങ്ങൾ ഈ കണ്ട ആൾക്കാരുണ്ട്. വെറുതെ ഈ മണലിന്റെ അടിയിൽ വെറുതെ ശരീരം പോയിട്ട് എന്താ കാര്യം? ഇല്ലില്ല, അവരൊക്കെ നമ്മൾ ഞങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾ ആ കാര്യത്തിൽ 24 ഹെൽമെറ്റ് കരുതിക്കോട്ടോ ഇത് കഴിയുമ്പോഴേക്കും. നന്ദി, നമസ്കാരം. ഇത്ര തടിമിടുക്കുള്ളവരെ കൊണ്ടുവരരുത്. ഓക്കെ ശരി. ഓക്കെ, ഇനി അടുത്താണോ ശ്രദ്ധിക്കാം. ഇനി ആരെ കാണണമെന്ന് പറയും? അയ്യേ, ആരാണ്? ഇന്നസെന്റ് ആണോ? അയ്യേ എന്ന് വിളിച്ചത്?
ജഗദീഷ് അയാൾ വന്നിട്ടുണ്ടാ? ജഗദീഷിനാണ് അയ്യോ എന്ന് പറഞ്ഞത്. വന്നിട്ടുണ്ട്. വിളിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ രണ്ടാമത്തെ തവണയാണ് ഗൾഫ് നാടുകളിലേക്ക് വരുന്നത്. ഇതിനു മുമ്പ് ലഭിച്ചിട്ടുള്ള സ്വീകരണവും പ്രോത്സാഹനവും ഞാൻ അതിനുള്ള നന്ദി നേരിട്ട് പ്രകടിപ്പിക്കുകയാണ്. കോളേജ് ക്ലാസ്സുകളിൽ വളരെ ഗൗരവത്തോടുകൂടി ബിസിനസ് മാനേജ്മെൻറ്റും അക്കൗണ്ടൻസിയും ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഞാൻ തിരശ്ശീലയിൽ കാക്കത്തൂറി എന്നാണ് തോന്നണത് എന്നൊക്കെ പറഞ്ഞ് സ്ക്രീനിൽ വരുമ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ളൊരു ഇമേജ് മാറ്റി ഒരു നടനായി എന്നെ കണ്ട് കാലാകാലങ്ങളിൽ ഇതേപോലുള്ള വേദിയിൽ പ്രോത്സാഹനം തന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് നേരിട്ട് നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരം കൂടിയായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുകയാണ്. ഇന്ന് ഇവിടെ തലമുറകളുടെ സംഗമം എന്നാണ് ഈ പരിപാടിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഞാൻ അതിനെ സംഘാടകരുടെ സംഗമം എന്നുകൂടി വിശേഷിപ്പിക്കട്ടെ. കാരണം കേരളത്തിൽ ഇതിനോടകം തന്നെ സൂപ്പർ ഹിറ്റ് സംവിധായകർ എന്ന് പേരെടുത്ത് കഴിഞ്ഞ സിദ്ദിഖ് ലാൽ സിനിമാ രംഗത്ത് അവരുടെ ഓർഗനൈസിങ് കപ്പാസിറ്റി തെളിയിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ സ്പോൺസറിങ് രംഗത്ത് തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞ ഈസ്റ്റ് കോസ്റ്റ് വിജയനും സിദ്ദിഖ് ലാലും തമ്മിലുള്ള ഒത്തുചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. അതെ, കുറച്ചു നേരം ഞാൻ മിണ്ടാണ്ടിരുന്ന കാരണം വെച്ചാൽ ഇതാരാ ഈ ബഫൂൺ? സിദ്ദിഖ് ലാലിനെ കുറെ പൊക്കി, സ്പോൺസർ വിജയനെ കുറെ പൊക്കി. സിദ്ദിഖ് ലാലിന്റെ സ്ഥിരമായിട്ടുള്ള പടങ്ങളിൽ ഉണ്ടാവുന്ന വെച്ചിട്ടാണ് അവരെ പൊക്കിയത്. വിജയനാണെങ്കിൽ വിജയൻ സ്ഥിരമായിട്ട് ഇയാൾക്ക് എന്താ വേണ്ടേ? എന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇയാൾ ആദ്യം എവിടെ ജോലി ചെയ്തിരുന്നത്? ഞാൻ ആദ്യം കുറച്ച് ആൾ കാനറ ബാങ്കിൽ ജോലി ചെയ്തിരുന്നു. കാനറ ബാങ്കിൽ ജോലി ചെയ്തിട്ട് പിന്നെ ജോലി പോകാൻ കാശ് കട്ടാ? ഇല്ല, ഞാൻ കോളേജിൽ ജോലി കിട്ടിയപ്പോൾ കോളേജിലേക്ക് പോയി. അങ്ങനെ പോകുന്നതാണ്. മിക്സഡ് കോളേജാണോ? അതെ. പെണ്ണുങ്ങളെ കാണാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കും അല്ലേ കോളേജിലേക്ക്? അതൊക്കെ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പൊ എന്താ ലീവാണോ? ഇപ്പൊ ലീവാണ്. ഇപ്പൊ ലീവാണ്. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ലീവ് എടുത്തിരിക്കുകയാണ് അല്ലേ? ലീവ് എടുത്തിരിക്കുകയാണ്. ഒരു ചെറിയ കാര്യം ഞാൻ പറയാണ് മോനെ, ജോലി കളയണ്ട, ലീവിൽ തന്നെ നിൽക്കുക. അധികം താമസിക്കാണ്ട് നിനക്ക് ആ ജോലിക്ക് തന്നെ പോകാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നണത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമാ രംഗത്തേക്ക് ബുദ്ധിയില്ലാത്തവർക്കും സൗന്ദര്യമില്ലാത്തവർക്കും കടന്നു വരാൻ കഴിയുമെന്ന് എന്നെ പഠിപ്പിച്ചത് ശ്രീ ഇന്നസെന്റാണ്. അദ്ദേഹത്തിന് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ആയിക്കോട്ടെ, ഇത് തമാശയ്ക്ക് പറഞ്ഞാണ്. ശ്രീ ഇന്നസെന്റിനെ കുറിച്ച് ഒരു വാക്ക്, എൻ്റെ സുഹൃത്തായ ഇന്നസെന്റിനെ കുറിച്ച്. സ്വന്തം കഴിവ് കൊണ്ട്, സ്വന്തം പ്രയത്നം കൊണ്ട് പടിപടിയായി ഉയർന്ന് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് സൂപ്പർ താരങ്ങളെ പോലും പിന്നിലാക്കി ഒന്നാം നിരയിലെത്താൻ വേണ്ടി പാഴ്ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നസെന്റ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം താമസിയാതെ തന്നെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പിന്നിലാക്കി അദ്ദേഹം അവരുടെ കാറ് മുൻ സീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്നതാണ്. അവിടെ മര്യാദയ്ക്ക് ഇരുന്നാ മതി. ഇരിക്കൂ. ഇരിക്കൂ, അവിടെ ഇരുന്നാ മതി. ഇരുന്നില്ലെങ്കിലോ? ഇരിക്കാനാണ് പറഞ്ഞത്. എണീക്കടോ, ഇരിക്കാൻ. എണീക്കടോ, ഇരിക്കാൻ. അതെ, നിനക്ക് എന്താ വേണ്ടേ? എന്താ വേണ്ട? വേഷം കെട്ട് വേണ്ട. എന്റെ അടുത്ത് വേഷം കെട്ട് വേണ്ട. നീ ആരാ? നിങ്ങൾ ചോദിക്കാനുള്ളത് ഞാൻ മറുപടി പറഞ്ഞു. എന്താ ശ്രദ്ധിക്കേ? എന്താ പ്രശ്നം? എന്താ അല്ല എന്താ പ്രശ്നം? വെറുതെ ഒന്നും ഉണ്ടാക്കണ്ട. വെറുതെ ജഗദീഷ് പോണം. പ്രശ്നം ഉണ്ടാക്കരുത്. വേണ്ട പ്രശ്നം ഉണ്ടാക്കണ്ട. പറയുന്നത് അവര് തമ്മിൽ പറഞ്ഞ് ചെറിയൊരു ഇനി കൊണ്ടുവരും. ഇനി വന്നേ, എന്തിനാ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുന്നത്? അവിടെ ഇരിക്കും. അവനെ വിട്. ജഗദീഷിനെ വിട്. ജഗദീഷിനെ വിളിക്കാം. അവന്റെ വേഷം കെട്ടാൻ എടുക്ക വേണ്ട. നിങ്ങൾ ഇന്നസെന്റ് എവിടെ? ആരാ ഇന്നസെന്റിന്റെ? ഇന്നസെന്റിനെ വിളിക്കാം. നിങ്ങൾ ആദ്യം കൈ കെട്ടിയിരിക്കും. ഇന്നസെന്റിനെ അല്ലേ വിളിക്കേണ്ടത്? വിളിക്കാം. ഇന്നസെന്റിനെ വിളിക്കാൻ പറഞ്ഞില്ലേ? ഇന്നസെന്റിനെ വിളിക്കാം. നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ വിളിക്കുള്ളൂ. ഇനി അയാളുമായിട്ട് വഴക്കുണ്ടാക്കരുത്. ഉണ്ടാക്കുവോ? നിങ്ങൾ മിണ്ടാതിരിക്കുക. ഞാനിവിടെ അകത്തിരിപ്പുണ്ടായിരുന്നു. ഇവിടെ ചില ബഹളങ്ങളൊക്കെ കേട്ടു. ഒരു പരമൻ പത്തനാപുരം ഓലയുടെ അടിയിൽ അങ്ങാണ്ട് ഒരു പെണ്ണിനെ മൂടിയിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളുണ്ടാക്കി. ഇതെന്താ ഈ സാധനം? ഇതാരാ? സിദ്ദിഖേ, ഇതാരാ ഇയാള്? ആരെയാള്? പരമൻ പത്തനാപുരം എന്നാ പറയുന്നത്. ഇയാൾക്ക് എന്താ പ്രശ്നം? എന്താ? ഇയാള് കുറച്ചു നേരമായി ഇവിടെ ഇരുന്ന് ബഹളം ഉണ്ടാക്കുന്നു. അപ്പൊ ജഗദീഷുമായിട്ടൊരു വഴക്കുണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കണ്ട, വിട്ടേര്, പോയിക്കോട്ടെ. അങ്ങനെ വിട്ടാ പറ്റില്ല അവനെ. പോയിക്കോട്ടെ. വേണ്ട പ്രശ്നം. എനിക്ക് വിവരം ഇവൻ ആരാന്ന് കാണിച്ചു കൊടുക്കണ്ടേ? അതല്ല, എനിക്ക് എന്റെ പേര് നടത്തണ്ടേ? വേണം, പക്ഷെ അയാളെ വിട്ടേര്. അല്ല, അയാൾ ഈ നാട്ടുകാരനാ, വിട്ടേര്. അല്ല, ചേട്ടൻ എന്താ ചെയ്യാൻ പോകുന്നത്? വേണ്ട, വിട്ടേരെ. കരാമെന്ന് ഞാൻ ശരിയാക്കി തരാം.
വേണ്ട 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 പോയിക്കോട്ടെ പോയിക്കോട്ടെ വേണ്ട ഇയാളെ അങ്ങ് വിട്ടു കൊണ്ടോ വേണ്ട വേണ്ട പോയിക്കോട്ടെ 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 പിടിക്ക പിടിക്ക വേണ്ടെന്ന് പറ, വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ടത് പറ. അയ്യേ ഇതെന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ഇനിയിപ്പോ അയാളെ കൊണ്ട് മാപ്പ് പറയിച്ചിട്ടൊക്കെ എന്താ കാര്യം? ഒന്നും മാപ്പൊന്നും പറയിക്കണ്ട, വിട്ടേര് പോയിക്കോട്ടെ. വരും വരും പൈസ കാണിക്കാം കാണിക്കാം. ഞാനൊരു കുസൃതി കാണിച്ചതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് കാതികന്മാരുണ്ടെങ്കിൽ തന്നെയും എന്തുകൊണ്ടോ ഞാൻ ഒന്നാം നിരയിലെത്തി. എന്ത് കാരണത്തിനാണ് ഞാൻ ഒന്നാം നിരയിലെത്തിയതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയണ്ടേ? തല്ലുകൊള്ളുന്ന കാര്യത്തിലാണ് ഞാൻ ഒന്നാം നിരയിലെത്തിയത്. എന്നെ പോലുള്ള കാതികന്മാരാണ് എന്നെ പോലുള്ള കാതകന്മാരാണ് യഥാർത്ഥ കാതികന്മാരെ ഇല്ലാണ്ടാക്കണേ. എൻ്റെ ഈ പാട്ട് എനിക്ക് വേണ്ടി തന്നെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കാതികനല്ല കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരുത്തൻ. കാതികനല്ല കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരുത്തൻ. കേവലം നിങ്ങളെ പോലൊരുത്തൻ. പ്രണയം തുളുമ്പുന്ന മാപ്പിളഗാനങ്ങളുടെ പുത്തൻ ശൈലിയുമായി ഈസ്റ്റ് കോസ്റ്റ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ മാപ്പിളഗാനങ്ങൾ എൻ്റെ സുഹ്റ. എൻ്റെ ഖൽബിൻ്റെ മുത്തായ സുഹറ, എൻ്റെ ഇഷ്കിൻ്റെ ബഹറായ സുഹറ. സ്വർണ്ണമലരാണു നീ, സ്നേഹമഴയാണു നീ, എൻ്റെ കണ്ണീരിലൊഴുകുന്ന നോവാണു നീ, എൻ്റെ സുഹറ. അഫ്സൽ, വിധു പ്രതാപ്, ജോത്സ്ന തുടങ്ങി ബേബി അശ്വതി വരെ മാപ്പിളപ്പാട്ടിന്റെ മണിനാദങ്ങൾ ഒന്നിക്കുന്ന പ്രണയം തുളുമ്പുന്ന മാപ്പിളഗാനങ്ങൾ എൻ്റെ സുഹ്റ. മായും നിലാവിനോടും മേയുന്ന മാനിനോടും ചോദിച്ചു വന്ന കാറ്റേ എൻ്റെ സുഹ്റ ഇപ്പോൾ ഈസ്റ്റ് കോസ്റ്റിലൂടെ ലോകമെമ്പാടും വിപണിയിൽ. ക്രൈസ്തവ കേരളത്തിലെ മണ്ണും മനസ്സും ഏറ്റുവാങ്ങിയ പരമ്പരാഗത ഗാനങ്ങൾ ഇതാ ഇളം നാദമാധുരിയിൽ. പ്രാർത്ഥന കേൾക്കണമേ. ലോകമെമ്പാടുമുള്ള സ്നേഹമനസ്സുകൾക്കായി നാളെയുടെ വാഗ്ദാനങ്ങൾ ദൈവീക സ്പർശത്തോടെ പാടി അവതരിപ്പിച്ച ഭക്തസങ്കീർത്തനങ്ങൾ. പ്രാർത്ഥന കേൾക്കണമേ ഈസ്റ്റ് കോസ്റ്റിലൂടെ ഇപ്പോൾ വിപണിയിൽ. ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ പാടുവാൻ നിങ്ങളുടെ കുട്ടികൾക്കും അവസരം. കൂടുതൽ വിവരങ്ങൾ കാസറ്റിൽ. വീഡിയോ ചരിത്രത്തിൽ അത്ഭുതങ്ങളായി മാറി വിപണി കീഴടക്കിയ സൂപ്പർ ഹിറ്റ് വീഡിയോ സിഡികൾ ഇതാ ഈസ്റ്റ് കോസ്റ്റിലൂടെ. മലയാള സംഗീത ചരിത്രത്തിൽ ആദ്യമായി ഗസലുകളുടെ ദൃശ്യാവിഷ്കാരം വീഡിയോ സിഡിയിലൂടെ അവതരിപ്പിച്ച് പ്രേക്ഷകാംഗീകാരവും അവാർഡുകളും കരസ്ഥമാക്കിയ ഗസൽ പൂക്കൾ വീഡിയോ സിഡി. കാലഘട്ടത്തിന്റെ അനശ്വരഗാനങ്ങൾ അത്ഭുതഗായകൻ ഉമ്പായിയുടെ നാദമാധുരി വീഡിയോ സിഡി. ഗസൽ സന്ധ്യ വീഡിയോ സിഡി.
പ്രണയത്തിന്റെ അപൂർവ സുന്ദര നിമിഷങ്ങൾ നർമ്മത്തിൽ ചാലിച്ച് മിനിസ്ക്രീൻ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറി സംസ്ഥാന അവാർഡും അംഗീകാരങ്ങളും നേടിയ വീഡിയോ CD നിനക്കായി. മലയാളത്തിലെ പ്രണയാർദ്ര മനസ്സുകൾക്കായി ഓർമ്മകളുടെ സുഗന്ധം പേറുന്ന ഒരു പിടി ഗാനങ്ങൾ വീഡിയോ CD-യിലൂടെ. ഓർമ്മയ്ക്കായി ഇനിയൊരു സ്നേഹഗീതം. അതാണെൻ സഖിയോടെ